ഇനി ഓടാൻ തുടങ്ങി. വിടുതൽ ആർക്ക് വേണോ അവൻ ഇപ്പോൾ വിടുതൽ കൊടുക്കാൻ കടന്നു എന്ന വ്യക്തിയെ ഓടിക്കും. ആ അനുഭവം ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്താണ്. അങ്ങനെ ആ വനാന്തരത്തിലൂടെ മുണ്ട ആദിവാസികളുടെ ഗ്രാമത്തിലൂടെ എങ്ങോട്ടുമില്ലാതെ ഓടുന്നു. ഇദ്ദേഹം വച്ച് പിടിപ്പിക്കുന്നു. അവസാനം ഒരു ചെറിയ ഒരു കുടിലിന്റെ മുമ്പിലെത്തി. ആ കുടിലിന്റെ വാതിക്കൽ ഒരു വെല്ലുമ്മ നിൽപ്പുണ്ട്. ആ വെല്ലുമ്മ പറഞ്ഞു, ഏട്ടിക്കാസ പിള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോരെ മോനെ എന്ന ആ വാക്കിന്റെ അർത്ഥം. ഞാൻ ഈ വെല്ലുമ്മയും തട്ടിയിട്ടേച്ച് വീടിന്റെ അകത്ത് കയറി. അമ്മച്ചിയും ഞാനും വീടിന്റെ അകത്ത്. വിഭ്രാന്തനായ മനുഷ്യൻ പുറത്ത്. മിനിറ്റുകൾ കഴിഞ്ഞു പോയി. ഈ അകത്ത് ഭയങ്കര ചൂടാണ്. 48 ഡിഗ്രി ചൂട്. അകത്തൊരു ഫാനില്ല, ഒരു സ്തോത്രം ജനലില്ല, ഒരൊറ്റ വാതിലുണ്ട്, അത് അടച്ചിട്ടിരിക്കുക. രണ്ടിലൊന്ന് ഉറപ്പ്, ഒന്നെങ്കിൽ ഇവന്റെ തല്ലുകൊണ്ട് ചാകും, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കിടന്ന് ശ്വാസം മുട്ടിച്ചാകും. ആ സമയത്ത് ദിവസത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് വിടുവിച്ചേ പറ്റൂ. ദൈവാലോചന കേട്ടിട്ട് വന്നതാ. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ പോയതുപോലെ ഒരു നിയോഗം ഉണ്ടെന്ന് കേട്ടിട്ട് വന്നത്. ഇപ്പൊ എന്നെ വിടുവിക്കാൻ ആരുമില്ല കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു അത്ഭുതം നടന്നു. അകത്തളത്തിൽ ആരോ മന്ത്രിക്കുന്നു, ഞാൻ നിന്നെ എന്തിനാ അയച്ചത്. അങ്ങനെ വാതിൽ തുറക്കാനുള്ള നിയോഗം കിട്ടിയപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, വാതിലകത്ത് നടച്ചേക്കണം, ഞാൻ പുറത്തിറങ്ങി സ്തോത്രം ഭ്രാന്തനുമായി സ്തോത്രം സ്തോത്രം കണ്ടുമുട്ടാൻ പോവുക. അങ്ങനെ ഞാൻ വാതിലടച്ച് ഈ മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഏകദേശം 10 അടി മാത്രം ദൂരത്തിൽ ഈ മനുഷ്യൻ നിൽക്കുന്നു. നിങ്ങൾ ഇമാജിൻ ചെയ്യണം, താടി വളർത്തി വിരൂപമാക്കപ്പെട്ട ഒരു രൂപം, നാറ്റം വപ്പിക്കുന്ന രൂപം. ആ രൂപത്തിന്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെന്ന് ആ രൂപത്തെ ഞാൻ കെട്ടിപ്പിടിച്ചു. സത്യത്തിൽ കെട്ടിപ്പിടിച്ചത് അദ്ദേഹത്തോട് സ്നേഹമൊന്നും ഉള്ളത് കൊണ്ടല്ല, തല്ല് കിട്ടാതിരിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കരച്ചില, തമ്പുരാനെ വിടുവിക്കണേ. മലയാളത്തിലുള്ള പ്രാർത്ഥന അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ലല്ലോ. അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്, എനിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, ആത്മാർത്ഥതയോടുള്ള കരച്ചിലായിരുന്നു കൊണ്ട് എന്റെ കണ്ണുനീർ അവന്റെ മേൽ വീഴുമ്പോൾ വർഷങ്ങളായിട്ടുള്ള അവന്റെ ഭ്രാന്തിന്റെ കെട്ടുപൊട്ടി അവൻ സുബോധത്തിലേക്ക് കടന്നു വന്നു. അവൻ ചോദിക്കുക, പൂട്ടിവെച്ച് എന്ന് പറഞ്ഞ് ഞാൻ എവിടെയാണെന്ന് അവൻ ചോദിക്കും. അപ്പൊ പറഞ്ഞു, എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എവിടെയാണ്. ആരൊക്കെയോ എന്നെ ആ ഗ്രാമത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ അന്ന് രാത്രി ഒരു ദൈവം മഹത്വം വെളിപ്പെട്ടു. ആ ഗ്രാമമുഖ്യൻ സഹിതം ആ ജനം മുഴുവൻ എരച്ച വീട്ടിലേക്ക് വന്നു. ഞാൻ അവന്റെ താടി വെടിച്ചു, കുളിപ്പിച്ചു, പുതിയ വസ്ത്രം ഇടിപ്പിച്ച് അവന് ഒരുമിച്ച് ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗ്രാമമുഖ്യൻ സഹിതം വന്ന് ചോദിച്ചു, നീ എന്ത് അധികാരം കൊണ്ട് ചെയ്തു? ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു അധികാരവും ഇല്ല. എന്റെ കയ്യിലിരുന്ന ഒരു പഴയ ഉറിയ ബൈബിൾ ഉണ്ട്, അത് ഉയർത്തി ഞാൻ അവരോട് സാക്ഷ്യം പറഞ്ഞു. ഈ ബൈബിളിൽ ജീവിക്കുന്ന ഒരു കർത്താവ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ എന്തിനത് പറഞ്ഞെന്നറിയാമോ? ഈ മീറ്റിംഗിൽ ചില സാക്ഷ്യങ്ങൾ അസാധാരണമായി വെളിപ്പെടാൻ പോവുകയാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അന്ന് രാത്രി ആ ഗ്രാമവാസികൾ മുഴുവൻ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ ഈ കാലഘട്ടം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ സൂം മീറ്റിംഗിലൂടെ അസാധാരണമായ സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി ദൈവശക്തി ഈ മീറ്റിംഗിൽ വ്യാപരിക്കും. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇന്ന് രാത്രി ദൈവശക്തി അതിന്റെ ബലത്തോടെ, അതിന്റെ പ്രഭുതയോടെ ഇറങ്ങി ആവസിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടുകയാണ് കർത്താവേ. ഈ ലോകത്തിന് ആമേൻ കാണപ്പെടാത്ത വചനം കാരണമായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വചനത്തെ അയച്ച് ആമേൻ ജനത്തെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആവലോടെ കാത്തിരിക്കുന്ന ജനത്തെ അവിടെ ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേ തിരുമഹത്വം, ആമേ സ്തോത്രം. മറ്റൊരുത്തിനും വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കാത്ത ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിവിധ മീഡിയകളുടെ ഈ മീറ്റിംഗിന്റെ ആമേ സ്തോത്രം ശ്രവണ പരിധിക്കുള്ളിൽ വചനം കേൾക്കുന്ന ഓരോരുത്തോടും ദൈവത്തിന്റെ വചനം ഇടപെടുവാൻ പ്രാർത്ഥിക്കുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകത്തോടു കൂടി ആമേൻ ആലയത്തിൽ കടന്നു വന്ന യേശു കർത്താവ് നസറേത്തിലെ ആലയത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ പുറകിലിരുന്ന ദുരാത്മബാധിതൻ വിളിച്ചു പറഞ്ഞല്ലോ, നസ്രാന യേശുവേ ഞങ്ങളെ വിടുവിൻ. ആമേൻ. യേശു പുൾപിറ്റിൽ നിന്ന് വചനം പ്രസംഗിക്കുന്നു, പക്ഷെ പുറകിലിരുന്ന വ്യക്തിയുടെ മേലുള്ള ദുരാത്മാ വിളകാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഒരുമിച്ച് ഞങ്ങൾ ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവേ, ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ, ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ, ജനം സ്വതന്ത്രമാകട്ടെ. കർത്താവേ, നിന്റെ മഹത്വം ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ വ്യാപരിക്കാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുകയാണ്. നിങ്ങളൊന്ന് പ്രതികരിച്ചാട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു വാക്യം വായിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തലപ്രവൃത്തി 1:8 വായിച്ചാൽ. ഒന്ന് വായിക്കാമോ? Somebody can read.
Act of Apostles. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ എല്ലാ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് അവൻ പറഞ്ഞു. It was a great promise. When you receive the power of the Holy Spirit, then you will become my witness. ഇന്ന് രാത്രി ആ പദത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് വചനത്തെ ഷെയർ ചെയ്യാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളെ തൊടാൻ പോവുകയാണ്. ആമേൻ പറഞ്ഞാട്ടെ. വചനം ശ്രദ്ധിക്കണേ. നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ച ശേഷം എന്തായി തീരുമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്റെ സാക്ഷികളാണ്. ആ സാക്ഷികൾ എന്നുള്ളതിന്റെ ഗ്രീക്ക് പദത്തിൽ കൊടുത്തിരിക്കുന്ന പദം മാർട്ടിയർ എന്നാണ്. മാർട്ടിയർ, അതിന്റെ അർത്ഥം തിയോളജി പഠിച്ചിട്ടുള്ളവർക്കറിയാം. വെറും സാക്ഷിയല്ല, രക്തസാക്ഷി. ആ പദം പറഞ്ഞപ്പോ ചിലരൊന്ന് ഭയപ്പെട്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്. ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാരതദേശത്തിനു വേണ്ടി രക്തമൊഴുക്കിയ ഗ്രഹാസ്റ്റീനെ തന്റെ 2 ആൺമക്കളെയും ചുട്ടുകൊണ്ട ദേശത്ത് നിന്നാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വചന ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഒരഭിഷേകം ഈ മീറ്റിംഗിൽ വ്യാപരിക്കും. സാക്ഷിയാകാനുള്ള അഭിഷേകം. ഇന്നലകളിൽ സാക്ഷിയായതുപോലെയല്ല. യേശുവിന്റെ നാമത്തിൽ ബൗണ്ടറികൾ പൊട്ടി, പരിധികൾ പൊട്ടി. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജാതികളുടെ ഇടയിൽ, രാജ്യങ്ങളുടെ ഇടയിൽ, വ്യക്തികളുടെ ഇടയിൽ, കുടുംബങ്ങളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ചിലതിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്. എന്റെ ജീവിതം നിങ്ങൾക്കറിയാം. പലവരും പലവട്ടം കേട്ടിട്ടുണ്ട്. ഒരു ഭാഷ അറിയത്തില്ല, മലയാളം പോലും നന്നായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ഒരു അന്തർമുഖനായി ജീവിച്ചിരുന്ന എന്നെ, വിദ്യാഭ്യാസമില്ലാത്ത, കുലമഹിമയില്ലാത്ത, പറയാൻ ഒന്നുമില്ലാത്ത, എന്നേ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകേണ്ടിയിരുന്ന, അസ്തമിച്ചു പോകേണ്ടിയിരുന്ന എന്നെ കർത്താവ് തന്റെ വേലയ്ക്ക് വിളിച്ചു. എൻ്റെ ഒരു ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സഭയുടെ പാസ്റ്ററായി ജീവിക്കണമെന്നായിരുന്നു. പക്ഷെ കർത്താവിന്റെ നിയോഗവും കർത്താവിന്റെ പദ്ധതിയും ഭയങ്കരമായിരുന്നു. ഇന്ന് രാത്രി നോർത്ത് ഇന്ത്യയിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തന്മാരെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. കേരളത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നത് പോലെയല്ല. വലിയ വെല്ലുവിളികൾ, വലിയ പ്രതികൂലങ്ങൾ, അതിലധികമായി ദേശാധിപതികളുടെ വെല്ലുവിളികൾ, ഇതിനെയെല്ലാം ജയിച്ച് കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഇന്ന് രാത്രി വരെ അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രവചിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഒരു ദേശത്ത് നിന്നുകൊണ്ട് ആ ദേശത്തിന്റെ ശക്തിയെ ജയിച്ച് ആമേ സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ചില മിഷണറിമാർ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ റാബാല ഹംദരാജന ഘടക ശംദരാജന. ഇന്ന് രാത്രി ചിലതിന്റെ മേലൊരു പുതപ്പ് വീടാൻ പോകുക, സാക്ഷിയാകാനുള്ള പുതപ്പ്. ആമേ സ്തോത്രം. കർത്താവ് പറഞ്ഞൊരു പദം കേട്ടോ, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുന്നത് വീട് പണിയാനല്ല. ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുന്നത് പ്രസ്ഥാനം കെട്ടിപ്പൊക്കാനല്ല. ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുന്നത് തനിക്ക് തന്നെ ഒരു ആമേ സ്തോത്രം ഒരു ബാബിലോൺ പോലെ എന്തെങ്കിലും ഒന്ന് കെട്ടിപ്പൊക്കാനല്ല. ദൈവം എന്റെയും നിന്റെയും മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത് ഇന്നുവരെ ആരും ആമേ എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, ഊരുകളിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ആമേ സ്തോത്രം ശക്തീകരിക്കേണ്ടതിനത്ര ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങിയത്. വിശ്വസിക്കുന്നവർ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ.
ഞാനൊരു മിഷണറിയാണ്. അതേ ഭാരത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് ഈ ദൂതനെ കൈമാറാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ അടിച്ചാൽ നിങ്ങളെ എത്രത്തോളം ദൈവം മാറ്റിമറിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു ചരിത്രം പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ചൈനയിൽ ക്രിസ്തീയ പീഡനം നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിധവയായ അമ്മച്ചിക്ക് 4 മക്കൾ ഉണ്ടായിരുന്നു, 4 പെൺമക്കൾ. ഈ അമ്മച്ചി 4 പെൺമക്കളെയും കാലഘട്ടത്തിൽ കൊടുക്കാവുന്ന നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ആമേൻ സ്തോത്രം നേഴ്സുമാരാക്കി. ആമേൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. എന്റെ പരിമിതമായ ഭാഷയിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നു. ചിരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ഈ ചൈനയിൽ പീഡനം നടക്കുന്ന കാലഘട്ടത്തിൽ ആമേൻ ഇന്ന് രാത്രി ഒരു പ്രവചനത്തിന് വേണ്ടി മാത്രമായിട്ട് ഇരിക്കരുതേ, ദൈവം നിങ്ങളെ പ്രവചിപ്പിക്കുന്നവരാക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. എന്റെ മേലിട്ടിരിക്കുന്നത് ഒരു കൈമാറ്റത്തിന്റെ ശുശ്രൂഷയാണ്. ഞാനത് ആത്മാവിൽ ഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ആമേൻ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത്. 16 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒറീസയുടെ മണ്ണിൽ ആമേൻ ഞാൻ ഒരിക്കൽ വന്നപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലകനെ വിളിച്ച് ആത്മാവിൽ ഞാൻ അവന്റെ മേൽ കൈവച്ചു. കഴിഞ്ഞ മിനിങ്ങാവുന്ന ജീസസ് കോൾ മിനിസ്ട്രി എന്ന മിനിസ്ട്രിയിൽ ആ പയ്യൻ ഇരിക്കുക സാധാരണക്കാരനായിട്ടല്ല. അദ്ദേഹം വന്ന് അവൻ എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, 16 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എന്റെ മേൽ വച്ച കൈവപ്പ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്ന് ആയിരങ്ങളുടെ മധ്യേ ഉപയോഗിക്കുന്ന ഒരു ശുശ്രൂഷകനാക്കി ദൈവം എന്നെ മാറ്റി. ഇന്ന് രാത്രി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു പുതപ്പ് ചിലതിന്റെ മേൽ വീഴാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. പുതപ്പിന്റെ പ്രത്യേകത എന്നറിയാമോ? നിന്റെ കഴിവിനും നിന്റെ പ്രാഗൽഭ്യത്തിനും അപ്പുറമായി ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. ഭാഷകളുടെ വരങ്ങൾ നിന്റെ മേൽ വ്യാപരിക്കും. ആമേൻ സ്തോത്രം. അസാധാരണമായി നിലവാരത്തിൽ ദൈവം നിന്നെ മാറ്റും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തി 1:8 നടക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 8:1 നടക്കണമായിരുന്നു. ആമേൻ പറഞ്ഞാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:8 വെളിപ്പെടണമായിരുന്നെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 8:1 വെളിപ്പെടണമായിരുന്നു. സ്തെഫാനോസിനെ കൊല്ലുന്നത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേ, യേശു പറഞ്ഞ വാഗ്ദത്തമുണ്ട്. When you receive the power, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും ശമരിയയിലും ആമേൻ സ്തോത്രം ഭൂമിയുടെ എല്ലാ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷിയാകുമെന്നുള്ള ആ വാഗ്ദത്തം നിറവേറ്റപ്പെടുന്നത് 8ാം അധ്യായത്തോടു കൂടിയ കരം ഉയർത്തിയുള്ള ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ അവരുടെ വസ്ത്രം സൂക്ഷിച്ച ശൗലിനെ ആമേൻ സ്തോത്രം പൗലോസാക്കി മാറ്റുവാൻ വ്യാപരിച്ച ഒരു വ്യാപാര ശക്തി ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി ആ ശക്തിക്ക് ഇന്നും കുറവില്ല. ജീസസ് ക്രൈസ്റ്റ് is same yesterday, today and ever. ഇന്നലെയും എന്നും എന്നേക്കും അനനായ ദൈവത്തിന്റെ കരം ഒരു പുതപ്പായി ചിലതിന്റെ പേര് ഇന്ന് രാത്രി വീഴുകയാ. കരം ഉയർത്തി ഒന്ന് തമ്പുരാന് സ്തോത്രം പറഞ്ഞാട്ടെ. 12 ഏർക്കാളയുടെ പുറകിൽ നിലകൊടുന്ന ആമേൻ സ്തോത്രം എലീശയുടെ മേൽ ചാർത്തപ്പെട്ട ഒരു അഡ്രസ് ഉണ്ട്. ഇന്ന് രാത്രി ചിലതിന്റെ അഡ്രസ് മാറാൻ പോവുക. ആമേൻ പറ. എന്താ അഡ്രസ് എന്നറിയാമോ? കർഷകനായ മാതാപിതാക്കന്മാരാൽ ജനിച്ചു വളർത്തപ്പെട്ട 12 ഏർക്കാളിയുടെ പുറകിൽ നിലകൊടുകൊണ്ടിരിക്കുന്ന ആമേൻ സ്തോത്രം എലീശ എന്ന് പറഞ്ഞ എലീശയുടെ മേൽ പുതപ്പ് വീണത് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടല്ല. ഇന്ന് രാത്രി ശ്രദ്ധിച്ചോ, ഒരു പ്രവാചകന്റെയും പുറകിൽ നടന്നിട്ടല്ല പുതപ്പ് വീഴുന്നത്. ആമേൻ സ്തോത്രം. പുതപ്പ് വീണത് ദൈവം അവനെ കണ്ടതുകൊണ്ട്. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞേ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ദൈവം കണ്ടിട്ട് കയറി ആരൊക്കെ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. നിങ്ങൾ അറിയാതെ തന്നെ ചിലതിന്റെ മേൽ ഈ മീറ്റിംഗിൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. അഡ്രസ് മാറും. ആമേൻ പറഞ്ഞേ. അഡ്രസ് മാറും. എത്ര പേർ വിശ്വസിക്കുന്നു? അഡ്രസ് മാറും. എലീശയുടെ മേൽ കിടന്ന അഡ്രസ് എന്താണെന്നറിയാമോ? കൃഷിക്കാരൻ എന്ന അഡ്രസ്സാ. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചു, അവന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കലപ്പയാ. പക്ഷെ പുതപ്പ് വീണപ്പോ അഡ്രസ് മാറി. കർഷകനെന്നല്ല, കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന അവന്റെ അഡ്രസ് മാറിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ അഡ്രസ് മാറുന്ന ദൈവശക്തി ഈ മീറ്റിംഗിലേക്ക് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ.
ആത്മശക്തി ഇന്ന് രാത്രി മീറ്റിംഗിൽ വ്യാപരുകയാണ്. നിന്റെ കയ്യിൽ നീ ഇന്നു വരെ സ്തോത്രം നിലമുഴുതുവാൻ നടന്ന കലപ്പയല്ല നിന്റെ അഡ്രസ് തീരുമാനിക്കേ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിന്റെ കരം പിടിച്ചിരിക്കുന്ന കലപ്പയല്ല നിന്റെ അഡ്രസ് തീരുമാനിക്കുന്നത്, നിന്റെ മേൽ കിടക്കുന്ന പുതപ്പാണ്. ഇന്ന് രാത്രി അതുപോലൊരു പുതപ്പ് ഈ മീറ്റിംഗിൽ വ്യാപരിക്കാൻ പോകുകയാണ്. ഷാലോം, ആമേ. വിശ്വസിച്ച ബ്രദറെ, ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ഒരു പുതപ്പ് വീഴുകയാ. ആ പുതപ്പിൽ ചിലതൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രവാചകൻ എന്നൊരു പദം അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പ്രവാചനം കേൾക്കാനാണ് ഈ മീറ്റിംഗിൽ കയറിയത്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ ദൈവം നിന്നോട് മുഖാമുഖമായി ഇടപെടുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഇഫ് യു ബിലീവ്, സേ പ്രൈസ് ദി ലോർഡ്. ശൗൽ എന്തിനാ അന്വേഷിച്ച് നടന്നതെന്നറിയാമോ? ഇന്ന് രാത്രി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ആമെ, താല്പര്യമുള്ളവർ രാത്രി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ശൗൽ എന്താ അന്വേഷിച്ച് നടക്കുന്നറിയാമോ? കാണാതെ പോയ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് നടക്കുന്ന ശൗൽ എന്ന് പറഞ്ഞ യൗവനക്കാരൻ. പക്ഷെ അവൻ അന്വേഷിച്ച് നടക്കുന്നത്, ആമെ സ്തോത്രം, അപ്പന്റെ കഴുതയാണെങ്കിൽ അവൻ കണ്ടുമുട്ടുന്നത് ശമൂവേലുമായിട്ടാണെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിന്റെ അകത്ത് ശക്തന്മാരായ പ്രവാചകന്മാരുടെ ഗണമുണ്ട് കേട്ടോ. പ്രവചന ഗിരിയില നിങ്ങൾ അറിയാതെ കയറിയിരിക്കുന്നത് വിശ്വസിക്കുന്നവർ കഴുതി അന്വേഷിച്ച് കയറിയവരും ഇതിന്റെ അകത്തുണ്ട്. നാളെ എന്തായിത്തീരും, എന്റെ ജോലി എന്തായിത്തീരും, എന്റെ തലമുറ എന്തായിത്തീരും, എന്റെ ഭാവി എന്തായിത്തീരും എന്നൊക്കെ ചിന്തിച്ച് ഇതിന്റെ അകത്ത് കഴുതി അന്വേഷിച്ച് കയറിയ ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തിയോടെ വിളിച്ചു പറയുകയാണ്, കഴുതിയെ കണ്ടെത്തിയിരിക്കുന്നു. ഓ റാബാ റാബാ സേധാ റാബാ. കരമടിച്ചെന്റെ തമ്പുരാനെന്ന് സ്തോത്രം പറ. ഓ റബൽ ഹംദര. ശമൂവേൽ അവനോട് പറഞ്ഞൊരു പദമുണ്ട് കേട്ടോ, കഴുതയെ കണ്ടെത്തിയിരിക്കുന്നു. ഈ 43 പേരോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഓ റബസിയ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തളത്തിലേക്ക് കയറുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. എത്ര പേർ കരമടിച്ച് തമ്പുരാന് സ്തോത്രം പറയും? അസാധാരണമായ ദൈവശക്തി ഈ മീറ്റിംഗിൽ വ്യാപരിക്കുക കേട്ടോ. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. Church was praying with one accord for only one matter, the deliverance of Apostle Peter. അപ്പോസ്തലൻ പത്രോസിന്റെ വിടുതലിനായി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സഭയിരിക്കുമ്പോ ഇന്ന് രാത്രി ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, സഭയിലല്ല ദൂതൻ ഇറങ്ങിയത്. വിടുതൽ എവിടെ വേണമോ അവിടെ ദൂതൻ ഇറങ്ങിയെങ്കിൽ അനിൽ ഇന്ന് രാത്രി ഈ ദൂതനെ പിടിച്ചെടുത്തോ. രോഗയായി ദൈവാത്മാവ് നിന്നെ മാറ്റാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമുയർത്തി തമ്പുരാന് സ്തോത്രം പറ. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാർ അവിടെയുണ്ട്, പ്രവാചകന്മാർ അവിടെയുണ്ട്, മൂപ്പന്മാർ അവിടെയുണ്ട്. They were praying for the deliverance of Peter. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് തമ്പുരാന് സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി വെളിപ്പാടിന്റെ കലവറ ഈ മീറ്റിംഗിൽ തുറന്നു വരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരുമിച്ച് പ്രവാചകന്മാർ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന എന്നറിയാമോ? സ്തോത്രം, പത്രോസിന്റെ വിടുതല. പക്ഷെ അവർക്ക് ഇച്ചിരി ഭക്തി കൂടിപ്പോയി. കാരണം എന്നറിയാമോ? രോധ എന്ന് പറഞ്ഞ പെൺകുട്ടി, ഡാംസൽ എന്ന ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ ഒരു അടിമ പെൺകുട്ടി. ഇന്ന് രാത്രി ഇന്നലകളിൽ പൈശാചിക മണ്ഡലങ്ങൾ അടിമയാക്കി വെച്ച ചില സഹോദരിമാരെ ഇന്ന് രാത്രി ദൈവം പൊക്കാൻ പോവുകയാണ് അഭിഷേകത്തിന്റെ ശക്തിയോടെ. എത്ര പേർ രാമൻ പറയുക? അനിത സിസ്റ്റർ പിടിച്ചെടുത്ത ഒരു ദൂതിന് ആമേൻ പറഞ്ഞ് ചില അടിമ മുഖങ്ങൾ ഇത് രാത്രി പൊട്ടുകയാ. ഓ, പ്രവാചകന്മാരോട് പ്രവചിക്കാൻ, അപ്പോസ്തലന്മാരോട് പ്രവചിക്കാൻ. ഓ റബ സന്ദര ജല. ഇന്ന് രാത്രി ചില പുതപ്പുകൾ ഈ മീറ്റിംഗിൽ വീഴട്ടെ. യേശുവിന്റെ അധികാരം. I can feel the presence of God in this room. ദൈവ സാന്നിധ്യം ഈ മീറ്റിംഗിൽ വ്യാപരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണേ. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു മുട്ടൽ കേട്ടു. ആര് കേട്ടു? ആമേ സ്തോത്രം. സഭയുടെ വാതിക്കൽ മുട്ടുന്ന പത്രോസിന്റെ ശബ്ദം കേട്ടു. എവിടെയാ സഭയുടെ വാതിക്കൽ എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 12 പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വെറും വാതിക്കലല്ല. പാസ്റ്റർ റെജി ജോൺ, ആമേൻ, വെറും വാതിക്കലല്ല, പടിപ്പുര വാതിക്കൽ എന്ന വാക്കിന്റെ അർത്ഥം ആമേൻ എവിടെയാണെന്ന് അറിയാമോ? ആമേ സ്തോത്രം. അവൻ വീടിനും പടിപ്പുര വാതിലും തമ്മിൽ ഏകദേശം ഒരു 50 മീറ്റർ എങ്കിലും ദൂരമുണ്ട്. അഭിഷേകനെ ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നവർ, വാതിക്കൽ എന്ന് പൊട്ടിയെന്നല്ല,
ദൂരെ നിന്ന് പടിപ്പുര വാതിക്കൽ നിന്ന് മുട്ടുന്ന പത്രോസിന്റെ ശബ്ദം ആര് തിരിച്ചറിഞ്ഞെന്നറിയാമോ? ഒരടിമ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി ആമേൻ പറയാമോ? ദൈവശക്തി ഇന്ന് രാത്രി മീറ്റിംഗിൽ വ്യാപരിക്കട്ടെ. അടകമന ഹദുരദല ഘടകസ്യ റിബല ഹംദെ രമണി ശമന ജുഡ. അടകമന അപ്പോസ്തലന്മാർക്ക് മറച്ചു വെച്ചത്, പ്രവാചകന്മാർക്ക് മറച്ചു വെച്ചത് ചില സഹോദരിമാർക്ക് ദൈവം വെളിപ്പെടുത്താൻ പോകുക. എത്ര പേർ ആമേൻ പറയും? I know this meeting is one of the international properties. Amen. Praise the Lord. Leading this ministry. അനിൽ ബേബി പാസ്റ്ററുടെ മീറ്റിംഗിൽ കയറിയിരിക്കുന്നത് ഒരു പ്രവാചകന്റെ മീറ്റിംഗിൽ. ഇന്ന് രാത്രി ഒരു പ്രവാചക ഗിരിയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ശൗലും ഉണ്ടോ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എന്ന്? ശൗൽ എന്തിനാ ചെന്നതെന്ന് അറിയാമോ? ഇന്ന് രാത്രി കരമുയർത്തി ഒന്ന് സ്തോത്രം പറ. ശമൂവേലിനെ പിടിക്കാൻ ചെന്നവനാ. ഇന്ന് രാത്രി മീറ്റിംഗിൽ ചിലത് പിടിപ്പാൻ കയറിയിട്ടുണ്ട്. പക്ഷെ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നീ പോലും അറിയാതെ കരമുയർത്തി തമ്പുരാൻ ഒരു സ്തോത്രം പറ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോറുമാറാൻ അവനെ ആത്മാവ് എടുത്ത് ആമേ സ്തോത്രം ഹല്ലേലൂയ ശക്തീകരിക്കാൻ തുടങ്ങിയെങ്കിൽ, അവൻ പ്രവചിക്കാൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിൽ അന്യഭാഷയുള്ളവർ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. സാക്ഷിയാകുന്ന ഒരു അഭിഷേകത്തിന്റെ കരം. ഹല്ലേലൂയ പറയാമോ? 1 മിനിറ്റ്. Praise God. Ribala hamdara jana shadaraba lekhabara hamduriya baraba shadara jana ura baba. Hallelujah. ഒന്ന് ചിരിച്ചേ പ്രിയരെ, ഒന്ന് ചിരിച്ചേ പ്രിയരെ. ആമേൻ പറഞ്ഞേ. സ്വതന്ത്രം എന്ന് പറഞ്ഞ പത്രോസിന്റെ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയാവോ? വാതിക്കലല്ല, ചെറു ദൂരത്തില, പടിപ്പുര ഭൂതത്തിൽ. പക്ഷേ അവന്റെ നോക്കിങ്, അവന്റെ ശബ്ദം കേട്ടുന്നില്ല, അവൻ വാതിക്കൽ മുട്ടുന്ന. ഓഹോ ആമേൻ പറ. ഹല്ലേലൂയ. ആ ശബ്ദം രോധ തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്നു രാത്രി അസാധാരണ ദൈവം എന്നോട് പറയുന്നു, ദൈവിക ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ദൈവം നിന്റെ കാതിനെ തുറക്കാൻ പോകുകയാണ്. യെസ്, ഡിസേണിംഗ് സ്പിരിറ്റിനെ ദൈവം പകരാൻ പോകുകയാണ്. എത്ര പേർ ആമേൻ പറയുന്നു? രാത്രി ഒരു കൈമാറ്റത്തിന്റെ രാത്രിയായി മാറട്ടെ. രോധം അടങ്ങി വന്നിട്ട് പറയുന്നൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? പത്രോസ് വന്ന് വാതിക്കൽ നിൽക്കുന്നു. അവളോട് രോധയോട് സഭ കളിയാക്കി പറയുക. ചിലതിന്റെ കളിയാക്കലൊക്കെ കേരളത്തിലെ ആത്മമണ്ഡലത്തിൽ ദൈവം ഹാമേ സ്തോത്രം ഹാമേൻ ഇന്ന് രാത്രി ദൈവം നീതിയോടെ വെളിപ്പെടുന്ന രാത്രിയാണ് കേട്ടോ. ഇന്ന് രാത്രി ചിലത് പരിഹസിക്കുന്നില്ലേ? നിന്റെ ജാതി പറഞ്ഞ്, കുലം പറഞ്ഞ്, നിന്റെ പൊക്കം പറഞ്ഞ് ആമെ പരിഹസിക്കുമ്പോ രോധേ അടിമ പെൺകുട്ടിയെ, ഇന്ന് രാത്രി സ്വർഗത്തിന് നിന്നെ മാനിക്കാൻ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും പരിധിയിടാൻ പറ്റത്തില്ല. എത്ര പേർ ആമേൻ പറയും? പരിധികളെ പൊട്ടുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞത് രാത്രി യേശുവിന്റെ നാമത്തിൽ. ഇവാഞ്ചലിസ്റ്റ് സനിത ഒന്ന് ഈ ദൂതിനൊന്ന് അമ്മ പിടിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ചില അടിമ മുഖങ്ങൾ ഇന്ന് രാത്രി പൊട്ടി മാറുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇനി ഒന്നിനും നിന്നെ ആമർത്തി വെക്കാൻ പറ്റാതെ വണ്ണം നിന്നെ സ്വർഗം ഇന്ന് രാത്രി ഫ്രീ ആക്കുന്നു. ആത്മമണ്ഡലത്തിൽ ഇന്നലകളിൽ ശുശ്രൂഷകളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ആരൊക്കെയോ ഇതിന്റെ കഥ ഇന്ന് രാത്രി ഉറങ്ങിപ്പോയ ചിലതിനെ ആത്മാവ് ശക്തിയോടെ തട്ടി എഴുന്നേൽപ്പിച്ച് പത്രോസിനെ അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കി അവൻ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് ദൂതൻ അവന്റെ മുമ്പിൽ നടന്നതുപോലെ സാക്ഷിയാകുവാൻ ഇന്ന് രാത്രി ചിലതിനെ പുറത്തിറക്കട്ടെ. ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ പടിവാതിക്കൽ വന്ന് മുട്ടുന്ന രാത്രിയാകട്ടെ. എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ ഉറങ്ങിപ്പോയവനെ സഭയുടെ ആമേൻ വാതിക്കൽ ഇടിക്കുമാറാക്കിയ ഒരു ദൈവ ശബ്ദമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചോ, നിന്റെ നാവിലേക്ക് ഒരു ദൈവ ശക്തിയെ പകരാൻ പോകുക. ഓ ഹല്ലേലൂയ. നിന്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങളെ ചില സഭകളുടെ ആമേ സ്തോത്രം ഹല്ലേലൂയ അകത്തളങ്ങളിൽ ഇടിക്കുന്ന ദൈവശക്തിയായി ഒന്നും കണ്ടേ. എത്ര പേർ ആമേൻ പറയും? സിസിലി സിസ്റ്ററെ, ഇന്നലകളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഇന്ന് രാത്രി തിരികെ പിടിക്കുന്ന രാത്രിയാണ് കേട്ടോ. ആൽബാബ് നിന്നെ തൊടുന്ന ഞാൻ ആൽബം നിയോഗത്തോടെ കാണുകയാ. ഇന്നലകളിൽ രോധയെ പോലെ പ്രവചിച്ചവൾ ഇന്ന് എവിടെയോ ഒതുങ്ങിക്കിടക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. The power of the Holy Spirit.
ഞാൻ ഒരുക്കിയ വചനമൊന്നുമല്ല ആത്മാവ് ഇന്ന് രാത്രി എന്നോട് എടുക്കാൻ പറയുന്ന ചില സഹോദരിമാരെ ദൈവം ശക്തീകരിക്കുക, ചില ദൈവദാസന്മാരെ ഇന്ന് രാത്രി ദൈവം ശക്തീകരിക്കുന്ന രാത്രിയാ. The power of the Holy Spirit. കരമുള്ളവരൊക്കെ ഒന്ന് കരമടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഓ ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ആമേൻ. അവർ പറഞ്ഞൊരു പദമുണ്ട് കേട്ടോ, ആമേൻ. രോദേ, നിനക്ക് തെറ്റി. അത് പത്രോസിന്റെ ദൂതനാ വന്ന് നിൽക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ദൂതം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഏഞ്ചൽസിനെ വിശ്വാസമുണ്ട്, ഭൂതത്തെ വിശ്വാസമുണ്ട്, മനുഷ്യനെ വിശ്വാസമില്ല. എടാ, ചുരുങ്ങിയ പക്ഷം നീ ഭൂതഗണകനെ കണ്ടിട്ടെങ്കിലും വിശ്വസിക്ക്. അഭിഷിക്തനാണ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. കരമയർത്തി ഒന്ന് തമ്പുരാന് സ്തോത്രം പറ. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. ചിലതിന് ദൈവം ഇന്ന് രാത്രി തീ കൊണ്ട് ഉത്തരം വരലാൻ പോകുക, തീ കൊണ്ട് ഉത്തരം വരലാൻ പോകുക. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉഡിമന്റെ ഹംദല രബന ഘടക ജനക റിബന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടിച്ചോണ്ട് രാമൻ പറ, ദൈവം നിന്നെ സാക്ഷിയാക്കാൻ പോകുക, നിന്നെ സാക്ഷിയാക്കാൻ പോകുക. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രക്തസാക്ഷിയാക്കുന്നല്ല പറഞ്ഞത്, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ഞാൻ എന്റെ അനുഭവം പറയാം. പെരിയ ബൈബിൾ സെമിനാരിയിൽ ഞാൻ പോയത് നല്ലൊരു മരണത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ തിയോളജിക്കൽ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഹൃദ്രോഗത്തിന് അടിമയായിട്ടാണ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യത്തെ വർഷം തന്നെ പോക്കാം. 4 വർഷവും പഠിച്ചു. മൂന്നാമത്തെ വർഷം ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അന്ന് ആ കോളേജിന്റെ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, നീ നിന്റെ സാക്ഷ്യം പറയാൻ പറഞ്ഞു. മുമ്പിൽ വെക്കുന്ന എല്ലാം പെമ്പിള്ളേരാ. അതിന്റെ മുമ്പിൽ എഴുതിയിട്ട് മുട്ടു പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞില്ല, 21 പ്രാവശ്യം എഴുതി കാണിക്കണം എന്ന് പറഞ്ഞു. കൃപയാൽ ആമേൻ. പല ഭാഷകളിൽ ആമേൻ ഇന്ന് രാത്രി പ്രവചിക്കാൻ, ഇന്ന് രാത്രി പ്രസംഗിക്കാൻ എന്റെ മേൽ പകർന്നൊരു ദൈവിക അഭിഷേകമുണ്ട്. അന്ന് നനഞ്ഞ കണ്ണ് പിന്നീട് ആ വിഷയത്തിന് വേണ്ടി കരയാൻ എന്റെ ദൈവം അനുവദിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ആർക്കും ഇല്ലാത്തത് എന്തോ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ചിലതിന്റെ മേലേക്ക് ദൈവം പകരുകയാണ്. നീ എന്തിനൊക്കെ വേണ്ടി നീ കളിയാക്കൽ കേട്ടോ, നീ എന്തിനൊക്കെ വേണ്ടി അപമാനം അനുഭവിച്ചോ, ഇന്ന് രാത്രി വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു അഭിഷേകത്തിന്റെ പുതപ്പി മീറ്റിംഗിൽ ഇറങ്ങി വരുന്നുണ്ട്. കർഷകൻ എന്ന പദവിയിൽ നിന്ന് അഭിഷക്തൻ എന്ന പദവിയിലേക്ക് എലീശയുടെ മേലേക്ക് വീണ പുതപ്പവനെ മാറ്റിമറിച്ചെങ്കിൽ ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ പുതപ്പി ജനത്തെ തൊടട്ടെ. ഇവരെ വ്യത്യസ്തരാക്കുന്ന ഒരു അഭിഷേകത്തിന്റെ പുതപ്പ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, സാക്ഷിയാകാം. ആമേൻ പറ. സാക്ഷി എന്ന് പറഞ്ഞാൽ 3 വിധത്തിലുള്ള സാക്ഷികളുണ്ട്. ഒന്ന് ഐ വിറ്റ്നസ്, കണ്ടിട്ട് സാക്ഷി പറയുന്നു. ഞാൻ കണ്ടു എന്ന് സാക്ഷി പറയുന്നു. ഇന്നലകളിൽ ദൈവം നമ്മുടെ കണ്ണാൽ കാണിച്ചിട്ടില്ല ചില അത്ഭുതങ്ങൾ. ആമേൻ പറ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? 46 പേർക്ക് പറയാൻ പറ്റുമോ? ബേബി പാസ്റ്റർ അബ്രഹാം ബീഹാറിന്റെ മണ്ണിൽ കുലപാതകന്മാർ ആയുധങ്ങളുമായി കടന്നു വന്നപ്പോഴും ദൈവത്തിന്റെ ദൂതരിറങ്ങി വിടുവിച്ചത് ഓർമ്മയില്ലേ? ഇന്ന് രാത്രി എന്താ വിടുവിച്ചെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 23:11 ഇങ്ങനെ വിളിച്ചു പറയുന്നു. രാത്രിയിൽ കർത്താവ് പൗലോസിനെ വിളിച്ചു പറഞ്ഞ ഒരു സാക്ഷിയുണ്ട്. പൗലോസേ, നീ ധൈര്യമായിരിക്കാം. നീ യെരൂശലേമിൽ എന്റെ സാക്ഷി ആയതുപോലെ നീ റോമയിലും എന്റെ സാക്ഷിയാകാനുള്ളതാണ്. ആരും നിന്നെ കൈകേറ്റം ചെയ്യുകയോ ഭേദ്യം ചെയ്യുകയില്ല. കാരണം എന്താണെന്നറിയാമോ? അങ്ങയുടെ നാവിൽ ഒരു അഭിഷേകമുണ്ട്. സാക്ഷിയാകാനുള്ള അഭിഷേകം. മരണത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി കരമുയർത്തി തമ്പുരാനൊരു സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി ചില മരണത്തിന്റെ കെട്ടുകൾ ആത്മാവ് അഴിക്കുന്ന രാത്രിയാണ് കേട്ടോ. മരണമേ, നിന്റെ ജയം എവിടെ? മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ഇന്ന് രാത്രി ചില കെട്ടുകൾ ആത്മനിയോഗത്തോടെ ഞാൻ അഴിക്കുക. ഓ ഹല്ലേലൂയ. കരപടിച്ച സ്തോത്രം പറ. ആരാ ശുശ്രൂഷിക്കുന്നല്ല, മഹാരാജാവിന്റെ വചനമാ ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഒരു ആത്മാവിന്റെ മഹത്വം ചിലതിനെ ഇന്ന് രാത്രി തൊടട്ടെ.
ഓ, ഒബദ്യാവ് ആമേൻ 50 പ്രവാചകന്മാരെ ഇസബലിന്റെ കാലത്ത് സൂക്ഷിച്ചു ബേബി പാസ്റ്ററെ. പക്ഷെ അവർ പുറത്തിറങ്ങിയിട്ടും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ കെരീത്തിലും വിധവയുടെ ഭവനത്തിലും ഏലിയാവിനെ തമ്പുരാൻ തന്നെ മറച്ചു. ഇന്ന് രാത്രി ആ കൂട്ടത്തിൽപ്പെട്ട അഭിഷേകത്തിനെ ആത്മാവ് എന്നോട് പറയുക, ഒരു വലിയ പുതപ്പ് നിന്റെ മേൽ വീഴാൻ സമയമാണ്. ഓ, എത്ര പേർ കർത്താവിന്റെ സ്തോത്രം പറയാ. ഈ പുതപ്പ് ഒരു ടെസ്റ്റ് മണിയുടെ പുതപ്പ, ഒരു സാക്ഷ്യത്തിന്റെ പുതപ്പ. ഇന്ന് രാത്രി ആമേൻ പറയാമോ? കരമുള്ളവരൊക്കെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഈ പുതപ്പ് എലീശയുടെ മുകളിൽ കിടന്നത് വർഷങ്ങളാകട്ടോ. ഈ പുതപ്പ് ക്ഷാമത്തെ കണ്ട പുതപ്പ്. ആമേൻ പറയാമോ? 3.5 വർഷം നടന്ന ക്ഷാമം, ഭൂതലം മുഴുവൻ നടന്ന വൻ ക്ഷാമം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആകാശത്ത് നിന്ന് മഴയും ഭൂമിയിൽ നിന്ന് മഞ്ഞും പൊങ്ങില്ലെന്ന് ഏലിയ പ്രവാചകൻ പറഞ്ഞ പ്രവചനം നിവർത്തി ഏലിയാവിന്റെ ജീവിതത്തിലും അഫക്ട് ചെയ്തു കേട്ടോ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി ആമേൻ പറ. ഈ പുതപ്പിനൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ക്ഷാമത്തെ ജയിച്ച പുതപ്പ്. ആമേൻ പറ. ഇന്ന് രാത്രി ഓ ഹല്ലേലൂയ. നിന്റെ ഒറീസയുടെ മിനിസ്റ്റർ പ്രവർത്തനങ്ങളിൽ ഒത്തിരി പട്ടിണികൾ, ഒത്തിരി ദാരിദ്ര്യങ്ങൾ അനുഭവിച്ചു കേട്ടോ. എന്നാൽ ഇന്ന് ദൈവം നന്മയിലേക്ക് കൊണ്ടുവന്നു. ഒരു വ്യക്തിയുമല്ല, ദൈവം തന്നെ കൊണ്ടുവന്നതാകിയാൽ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഒബദ്യാവ് മറച്ചവർ മാറി നിൽക്കുമ്പോ ഓ ദൈവം മറച്ചൊരു തലമുറ ഈ കാലഘട്ടത്തിൽ ആമൻ ഇസബലിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു തലമുറ, ആഹാബ് രാജാവിനെ ആമൻ ആളയച്ച് വിളിക്കുന്ന ഒരു തലമുറ. ഇന്ന് രാത്രി ആമേൻ പറ. യേശുവിന്റെ നാമം. എത്ര പേർ കർത്താവിന്റെ സ്തോത്രം പറയുക. ഉടമല ഹന്തരജല ഈ ഒരു അഭിഷേകത്തിന്റെ രാത്രി എന്ന് രാത്രി കേട്ടോ. ശത്രുമണ്ഡലങ്ങളെ വിളിച്ചു വരുത്തി പരിഹസിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഏലിയാവ് വിളിച്ചു ബാലിന്റെ 850 പ്രവാചകന്മാരെ, ഇസബലിന്റെ പ്രവാചകന്മാരെ അവൻ ആഹാബ് രാജാവിനെ കർമ്മേൽ കൊടുമുടിയിൽ കൂട്ടിവരുത്താൻ ആളയച്ച ഒരു പ്രവാചകനുണ്ട്. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ദൈവത്തിന് സ്തോത്രം പറ. പ്രവാചകന്മാരെ, മന്ത്രവാദികളെ, ആഭിചാരകന്മാരെ കാണുമ്പോൾ പേടിച്ചോടി മണ്ടുന്ന ഒരു കൂട്ടമല്ല ഇതിന്റെ അകത്തുള്ളത്. ആത്മശക്തിയോടെ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. എത്ര പേർ ആമേൻ പറയൂ. ഇന്ന് രാത്രി ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്താണ്. ഞാൻ പറഞ്ഞല്ലാതെ ആകാശത്തുനിന്ന് മഞ്ഞും മഴയും പെയ്യില്ലെന്ന് ആഹാബ് രാജാവിന്റെ മുമ്പാകെ മുട്ടുമടക്കാതെ പറയുന്ന ഒരു തലമുറ ഇതിന്റെ അകത്ത് എഴുന്നേൽക്കട്ടെ. തുമാ ബിജു, നിന്റെ തലമുറയിൽ ഒന്നിനെ ദൈവം അതുപോലെ വെക്കും. എനിക്കറിയത്തില്ല. ഏലിയാവിന്റെ മേലെന്ന് എലീശയുടെ മേലേക്ക് വീണതുപോലെ ഒരു പുതപ്പ് ചിലതിന്റെ മേലേക്ക് ഇന്ന് രാത്രി വീഴുന്നത് ഞാൻ ആത്മനിയോഗത്തോടെ കാണുകയാണ്. ഓ ഇന്ന് രാത്രി ആമേൻ പറ. 3.5 വർഷത്തെ ക്ഷാമത്തെ ജയിച്ച പുതപ്പാ കേട്ടോ അത്. ഇന്ന് രാത്രി 20 വർഷത്തെ ക്ഷാമത്തെ ജയിച്ച ഒരു വ്യക്തി അവിടെ നിൽക്കുന്നത്. ഓ, ഒരു നേരത്തെ ആഹാരത്തിന് കാത്തിരുന്നിട്ടുണ്ട്, ഒരു വസ്ത്രം, നല്ല വസ്ത്രം എടുക്കാൻ കൊതിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്റെ ദൈവം എന്നെ മാനിച്ചെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ആ പുതപ്പിന്റെ വ്യാപാരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ക്ഷാമത്തെ ജയിക്കുന്ന പുതപ്പ്. എത്ര പേര് ആമേൻ പറയൽ. ഹല്ലേലൂയ. കരമുയർത്തി തമ്പുരാന്റെ സ്തോത്രം പറയാമോ? മടിയന്മാരുടെ മേൽ വീഴുന്നതല്ല ഈ പുതപ്പ്. ഞാൻ പറഞ്ഞത് മടിയന്മാരുടെ മേൽ വീഴുന്നതല്ല ഈ പുതപ്പ്. ഏലിയാവ് കഠിന അധ്വാനിച്ചാൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നേടിയ അഭിഷേകത്തിന്റെ കരുത്ത് ഇത് മടിയന്മാരുടെ മേൽ വിടാനുള്ളതല്ല. 12 ഏർക്കാളിയുടെ പുറകിൽ അഡ്രസ് ഇല്ലെങ്കിലും ആമേ സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ. എനിക്കറിയത്തില്ല, എടുത്ത വചനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു ദൂത് നിങ്ങളോട് കൈമാറാൻ ആത്മാവ് പറയുക. അവൻ ക്ഷാമമാണ്. 3.5 വർഷം മഴയില്ല. ഒരൊറ്റ സ്തോത്രം വൃക്ഷം പോലും അവൻ ഇലയില്ല. മൃഗങ്ങൾ ചത്തുടിഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോ അവൻ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ കുതിരയ്ക്ക് കൊടുക്കാൻ പുല്ലില്ലാത്തപ്പോഴും ഇവിടെ നിയോഗത്തോടെ ഒരു എലീശ ആമേൻ പറ. അവൻ 12 ഏർക്കാളുകളെ തീറ്റ കൊടുത്തു വളർത്തുക. എന്തിനാണെന്നറിയാമോ? ഇന്ന് രാത്രി 46 പേരോട് നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം. ഈ സി മീറ്റിംഗ് തുടങ്ങി എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ സാധാരണ വിടുതലുകൾക്ക് വേണ്ടി കേട്ടല്ല. ചില അഭിഷക്തന്മാരെ മുഖം ചുമക്കുന്ന ചില കാളകളെ എത്ര പേർ ആമേൻ പറയും? ജേക്കബങ്കലായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആന്ധ്രയുടെ മണ്ണിൽ, രാജമുണ്ട്രിയുടെ മണ്ണിൽ ശക്തമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ആമേൻ അഭിഷേകത്തോട് ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അവരൊക്കെ ജീവനോട് ഇരിക്കുന്നത് തന്നെ അത്ഭുതമാകട്ടോ. മന്ത്രവാദികളും ആഭിചാരകന്മാരും ഒരുമിച്ച് മന്ത്രം ചൊല്ലിയിട്ടും ഇന്ന് രാത്രി അഭിഷക്തനൊക്കെ ഈ മീറ്റിംഗിൽ കയറി ഇരിക്കുന്നത് തന്നെ നമ്മൾ ദൈവത്തിന് വന്ദനം കൊടുത്തോണം, നന്ദി കൊടുത്തോണം. ഇന്ന് രാത്രി മിസ്റ്ററിമാരുടെ രാത്രിയായി രാത്രി മാറട്ടെ.
യേശുവിന്റെ രക്തം ജയം. എത്ര പേർ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? അവൻ ഇന്ത്യയിൽ ഇലക്ഷൻ കടന്നു വരാൻ പോവുക. കരം ഉയർത്തി തമ്പുരാൻ സ്തോത്രം പറ. ദൈവ നിയോഗമുള്ളവർ കടന്നു വരട്ടെ. ഏറ്റവും ആദ്യം അന്യഭാഷ വെളിപ്പെട്ടത് പെന്തക്കോസ്ത് നാളിലല്ല. ഏറ്റവും ആദ്യം പെന്തക്കോസ്ത് നാളിലല്ല അന്യഭാഷ വെളിപ്പെട്ടത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഏറ്റവും ആദ്യം അന്യഭാഷ വെളിപ്പെട്ടത് ബേൽശസ്സർ രാജാവിന്റെ കൊട്ടാരത്തില്. അത് ആരുടെ നാവിലല്ല, അത് അവന്റെ ഭിത്തിയിൽ എഴുതി. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം, രാജ്യത്തെ ചില അധികാരികളുടെ ഭിത്തിമാൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ അന്യഭാഷ വെളിപ്പെടട്ടെ. എത്ര പേർ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കോ? Hallelujah, hallelujah. Oh Jesus, in the mighty name of Jesus. എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല, പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. ജീവനെ പലപ്പോഴും കരങ്ങളെടുത്ത ഒറീസയുടെ മണ്ണിലൂടെ സഞ്ചരിക്കുന്നത്, പറയുന്ന ഒരു ദൂത് ഏറ്റെടുത്ത് സഞ്ചരിക്കുന്നത്. അഭിഷിക്തന്മാർ, പ്രിയ അനുവേൽ പാസ്റ്ററെ പോലുള്ളവർ സ്തോത്രം പറയുന്ന ദൂത് ഏറ്റെടുത്ത് അതുപോലെ വിശ്വസിച്ച് കടന്നു എന്ന ശത്രുവിന്റെ മണ്ണിൽ നിന്ന് ചിലതിനെ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കരമുയർത്തിയൊന്ന് തമ്പുരാന്റെ സ്തോത്രം പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 2-ലല്ല, പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷ ആദ്യം വെളിപ്പെട്ടത് ബേൽശസ്സറിന്റെ കൊട്ടാരത്തിൽ. രാജ കൊട്ടാരത്തിന്റെ. ഇന്ന് രാത്രി ആമേൻ പറ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ചില അധികാരികളുടെ ഏർപ്പാടുന്ന രാത്രിയാൽ ഇന്നത്തെ രാത്രിയെ തമ്പുരാനെ മാറ്റാൻ പറ്റും. രജിപ്പാസ് ഒന്ന് ആമേൻ പറഞ്ഞ്. യേശുവിന്റെ നാമത്തിൽ ബീഹാറിന്റെ മേൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകാൻ പോകുക. ആമേൻ പറ. ഇന്ന് രാത്രി പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒരുമിച്ച് കയറി ദൈവത്തെ വാഴ്ത്തുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. ഈ മീറ്റിംഗിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. വലിയൊരു ചേഞ്ച് വരാൻ പോയ ബീഹാറിന്റെ മണ്ണിൽ. ഒന്ന് ചിരിച്ചോണ്ട് ആമേൻ പറ. ഉറീസയുടെ ആത്മമണ്ഡലം നിങ്ങൾ കേട്ടാൽ പട്ടാപ്പകല് ഭൂതങ്ങൾ ഇറക്കി നടക്കുന്ന മണ്ണ, ഇസബലിന്റെ മണ്ണ, മനുഷ്യരെ നരബലിക്ക് കൊടുക്കുന്ന മണ്ണ്. ആ മണ്ണിൽ ഇന്ന് രാത്രി ഇരുന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ കാതുകളിൽ ഇന്നലകളിൽ കേട്ടൊരു ശബ്ദമുണ്ട്. പഞ്ചാബിൽ ഉണ്ടായതുപോലെ ഒരു ആത്മാവിന്റെ ഉണർവ് എന്റെ ഒറീസയിൽ വെളിപ്പെടാൻ പോവുകയാണ്. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. എത്ര പേർ രാമൻ പറയാ? ഇത് ഇന്ത്യയുടെ മേൽ വെളിപ്പെടാനുള്ള ഉണർവിന്റെ സമയമാ. ആമേൻ പറഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തി 8-1 ആവർത്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഒരു ഉണർവ് സംഭവിക്കാൻ പോവുക. എത്ര പേര് എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ ദൂതിന് നാമം പറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ ജയം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ പത്രോസിനെയും യോഹന്നാനെയും തർജ്ജനം ചെയ്തിട്ട് അവരെ കൊണ്ടുവന്ന് ജയിലിലിട്ടിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇനി ആമേൻ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിച്ചു പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നല്ല കൂട്ടായിട്ടത് കേൾക്കുന്നുണ്ടോ പാസ്റ്റേ? അനുവേ പാസ്റ്റേ, നല്ല കൂട്ടായിട്ടത് അവർക്ക് പറ്റുന്നത് പോലെ പൂട്ടി, പുറത്തുനിന്ന് പൂട്ടി പത്രോസും യോഹന്നാനും അകത്ത്. ആമേൻ പറഞ്ഞേ. പക്ഷെ അർദ്ധരാത്രിയിൽ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞൊരു ദൂത് കേട്ടോ, എഴുന്നേറ്റ് പിന്നാലെ വരാം. ആമേൻ. 5-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്ന ദൂത്, 4-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവർ പുറത്തിറങ്ങി. പ്രഭാതത്തിൽ കാവൽക്കാർ നോക്കുമ്പോ പൂട്ട് അതുപോലെ ഉണ്ട്. ആമേൻ പറഞ്ഞേ. പൂട്ട് അതുപോലെ ഉണ്ട്. ഇന്ന് രാത്രി ആമേൻ പറ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ശത്രു ഏതൊക്കെ പൂട്ടുണ്ടാക്കിയാലും അതിന്റെ താക്കോൽ എന്റെ അപ്പന്റെ കയ്യിലാ. ഓമന നാരായൺ വിശ്വസിച്ചു. ഇന്ന് രാത്രി നിനക്കെതിരെ കൂട്ടുകളും താടുകളും ഇട്ട് ആരാധനയ്ക്ക് പോലും തടസ്സമിട്ട് മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ വണ്ണം ആമേ സ്തോത്രം ലോക്ക് ചെയ്തിരിക്കുന്ന ലോക്കുകളെ സ്വർഗം ഇന്ന് രാത്രി തുറന്നു വിടുകയാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. അത് വെളിപ്പെട്ടു വന്നത്, ആ കാരാഗ്രഹത്തിൽ വെളിപ്പെട്ടു വന്ന ശക്തി ഉയർപ്പിന്റെ ശക്തിയാകട്ടോ. ഉയർപ്പിന്റെ ശക്തി കൂടാതെ ഒരു ഇരുമ്പ് ലോകത്തെ തുളച്ചപ്പുറം കടക്കാൻ കഴിയത്തില്ല. ഉണർവ് ആമേൻ. ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ടാൽ എത്ര പേർ ആമേൻ പറയുക? കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ കിടക്കുന്ന ആമേൻ പത്രോസും യോഹന്നാനും കാരാഗ്രഹത്തിന്റെ പൂട്ടറിയാതെ, കാരാഗ്രഹത്തിന്റെ ജയിലിന്റെ ഇരുമ്പ് സ്തോത്രം ചങ്ങലകൾ അറിയാതെ അതിന്റെ പുറത്തു കടന്ന് അടുത്ത ദിവസം ദൂതൻ പറഞ്ഞു വിടുന്ന ഒരു ശബ്ദം കേട്ടോ, നിങ്ങൾ ഈ ജീവന്റെ വചനത്തിന്റെ സാക്ഷിയാകാൻ. ഇന്ന് രാത്രി ആരെങ്കിലും സാക്ഷിയാകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അവരുടെ മേൽ ഈ അഭിഷേകത്തിന്റെ കരം കൈമാറ്റപ്പെടും. ശാന്തമ്മ വർമ്മ ആമേൻ പറഞ്ഞേ. അമ്മേ ഓ റബ, നിന്റെ കുടുംബത്തെ അങ്ങനെ ഇല്ല ചെയ്യുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. മരണത്തിന്റെ കെട്ടുകൾ അടിയട്ടെ. ഞാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആമേ പത്രോസും യോഹന്നാനെയും അർദ്ധരാത്രിയിൽ ദൂതൻ ഇറങ്ങി ആമേ തട്ടി ഉണർത്തി കാരാഗ്രഹത്തിന്റെ പുറത്തു കൊണ്ടുവന്നു. പിറ്റേ ദിവസം കാവലാളുകൾ നോക്കുമ്പോ ആവലോടെ ബന്ധിച്ചിരിക്കുന്ന
കൂട്ട് കണ്ടു. പക്ഷെ നിന്റെ കുടുംബം പുറത്തിറങ്ങും. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് ഇതിന്റെ അകത്ത് ഉണർവ് നടക്കാൻ പോകുന്നത് അതുപോലെയാ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ പൂട്ടവിടെ ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ അപ്പന്റെ കയ്യിൽ ഈ ഭൂമിയിൽ ശത്രു കെട്ടുന്ന സകല പൂട്ടുകൾക്കും താക്കോലുണ്ട്. അനുഭവിപ്പാസേ, ഒരിടത്തും പൂട്ടിയിടാൻ പറ്റത്തില്ല. ഒരു ദേശശക്തിക്കും പൂട്ടിയിടാൻ പറ്റത്തില്ല. ഒരു മാനുഷിക യുക്തിക്കും. ആമേൻ പറഞ്ഞേ. കാരണം എന്റെ കർത്താവിന്റെ പ്രത്യേകത എന്നറിയാമോ? അവൻ പ്രവൃത്തിയിൽ ശക്തൻ, ആലോചനയിൽ വലിയവൻ. അവൻ നിനക്ക് വേണ്ടി ആലോചന കഴിക്കുന്ന രാത്രിയാണ്. ആമേൻ പറഞ്ഞേ. യേശുവിന്റെ രക്തത്താൽ ജയം. ഒരു ദേശത്ത് നിന്നെ ഇടാൻ പറ്റത്തില്ല. ഒരു പട്ടണത്തിന് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഒരു ഗ്രാമത്തിന് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത, that's the power of resurrection. After the resurrection of Jesus Christ, യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ട് അവൻ കാമസ്തോത്രം അവർ കാണുകെ. നിങ്ങൾ ശ്രദ്ധിച്ചു, അവൻ തേൻകട്ടയും അവരുടെ കയ്യിലിരുന്ന ആഹാരവും വാങ്ങി കഴിച്ചു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ യേശുവിന്റെ അകത്തളത്തില്ല ശിഷ്യന്മാർ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിന്റെ ഒരു പങ്ക്. എത്ര പേര് ഈ ദൂതിന് ആമേൻ പറയും? എനിക്കറിയത്തില്ല. ഇത് കൈമാറാൻ ചിലരോട് ദൈവാത്മാവ് പറയുന്നു. ആമേൻ പറഞ്ഞേ. യേശു ശിഷ്യന്മാർ ഭയപ്പെട്ട് സ്തോത്രം വാതിലടച്ച് അകത്തു നിന്ന് വാതിൽ ഉറപ്പുള്ളതാണോ എന്ന് നോക്കിക്കൊണ്ട് ഇവർ ആമേൻ ഭവനത്തിൽ ഇരിക്കുമ്പോഴാ ഈ കൂട്ടു തുറക്കാതെ തമ്പുരാൻ അവരുടെ നടുവിൽ നിൽക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചോ, ചില രാജ്യങ്ങളിൽ ഇതുപോലെ നിൽക്കാൻ പോകുക. എങ്ങനെ എത്തിയെന്ന് പോലും അറിയാതെ ഒരു ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രി ചിലതിന്റെ മേൽ വ്യാപരിക്കട്ടെ. കൃപയാൽ ഒറീസയുടെ മണ്ണിൽ നിന്ന് പല രാജ്യങ്ങളിൽ കാൽ ചവിട്ടാൻ ദൈവം സഹായിച്ചത് കൊണ്ട് ഒരു വിദ്യാഭ്യാസവും ഇല്ല, ഒന്നും കഴിവില്ല. പക്ഷെ ദൈവം പറഞ്ഞതിൽ വിശ്വസിച്ചത് കൊണ്ട് നടത്തിയ തമ്പുരാന്റെ കരത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തിന് കരമുയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ് ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശു തേൻകട്ടയും തേനും അവർ കാണെ ഭക്ഷിച്ചു. രാത്രി ആമേൻ പറഞ്ഞേ. അവർ കൊടുത്ത ആഹാരമെല്ലാം കഴിച്ചു. Then he disappeared from there. യേശു അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഇവർ കൊടുത്ത ആഹാരമല്ല യേശുവിന്റെ ഉള്ളിലുള്ളത്. ആമേൻ പറഞ്ഞേ. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങള്? പക്ഷെ യേശു അപ്രത്യക്ഷമായപ്പോ ആഹാരം അവിടെ ഇട്ടേച്ചല്ല പോയത്. യേശുവിന്റെ കൂടെ കൊണ്ടേ അതും ഡിസപ്പിയർ ആയി. ഇന്ന് രാത്രി ശ്രദ്ധിച്ചോ, നിങ്ങൾ ക്രിസ്തുവിലും ക്രിസ്തു നിങ്ങളിലുമാ. ഒന്നും തടസ്സമല്ല. അടഞ്ഞു കിടക്കുന്ന വാതിൽ തടസ്സമല്ല. ഇന്ന് രാത്രി ആമേൻ പറയാമോ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എത്ര പേർ ആമേൻ പറയും? ഇന്ന് രാത്രി തിരുവല്ല അമ്മച്ചെന്ന് ഞാൻ വിളിക്കാറില്ല. അമ്മച്ചിയോട് ആത്മാവിൽ ദൂത് പറയട്ടെ, ഒരു വാതിലും നിനക്ക് തടസ്സമാകില്ല. കാരണം ക്രിസ്തു നിന്നിലും നീ ക്രിസ്തുവിലും ആണെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ആമേൻ പറഞ്ഞേ. നീ പോലും അറിയാതെ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ കുടുംബമായി ദൈവം പിന്നെയും നിന്നെ നടത്താൻ പോവുകയാണ്. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയ. ഓഹോ, നിന്നിൽ വസിക്കുന്ന ശക്തിയുടെ പ്രത്യേകത അത് ഉയർപ്പിന്റെ ശക്തിയാ. അത് കല്ലറയിൽ ഒതുങ്ങിപ്പോകുന്ന ശക്തിയല്ല. ആമേൻ, മരണത്തെയും പാതാളത്തെയും ജയിച്ച ശക്തി. ഹല്ലേലൂയ. എത്ര പേര് എന്റെ കൂടെ ഹല്ലേലൂയ പറയാൻ തയ്യാറാ? രാത്രി ഒരു ഉയർപ്പിന്റെ ശക്തി മീറ്റിംഗിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നീ പോലും അറിയാതെ റിസറക്ഷൻ പവർ ചിലതിന്റെ മേൽ ചലിക്കട്ടെ. ആത്മനിയോഗത്തോടെ ഞാൻ ആ ദൂതനെ കൈമാറുകയാണ്. എല്ലാവരും പറയാം, സാക്ഷിയാകാൻ. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിൽ കർത്താവ് പത്രോസിനെ തട്ടിയെഴുതി പൗലോസിനോട് പറയാം, ഭയപ്പെടേണ്ട, യെരൂശലേമിൽ എന്റെ സാക്ഷിയായതുപോലെ റോമയിലും എന്റെ സാക്ഷിയാകും. ഇന്ന് രാത്രി ആമേ കാലഘട്ടങ്ങളായി വിലങ്ങിട്ടിരിക്കുന്ന ചിലതിന്റെ വിലങ്ങുകൾ പൊട്ടട്ടെ. ചില വാമേ സ്തോത്രം ആമേൻ. ഇന്ന് രാത്രി ഒന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ രക്തത്താൽ ചെയ്യാം ശുശ്രൂഷകൾക്കെതിരെ പോരാടി നിൽക്കുന്ന വൈരികളുടെ ബലങ്ങൾ, എതിർ പ്രാർത്ഥനകൾ ഇന്ന് രാത്രി അതിന്റെ വ്യാപാരങ്ങൾ പൊട്ടി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില പാസ്പോർട്ടുകളിൽ സീലുകൾ വീഴട്ടെ. റോമിലേക്കുള്ള യാത്രകൾ സംഭവിക്കട്ടെ. വാക്തത്വങ്ങളിലേക്കുള്ള യാത്രകൾ സംഭവിക്കട്ടെ. ജസ്റ്റ് മെലീത്തയിലെത്തി നിൽക്കുക. ആമേൻ. ഇത് നിന്റെ സ്ഥിര സ്ഥലമല്ല. ആമേൻ പറ. ആമേൻ. യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തു. കൈസറിയയിൽ നിന്നുള്ള യാത്രയിൽ ആമേൻ ഒന്ന് ലാൻഡ് ചെയ്തെന്നേ ഉള്ളൂ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറയും? കരം ഉയർത്തി തമ്പുരാനൊരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. പക്ഷേ
ദേശത്ത് കടന്നു വന്നപ്പോ പൗലോസിന്റെ കയ്യിൽ ഒരു അണലി കൊത്തിയപ്പോൾ ആ ദേശക്കാർ പൗലോസിനെ വിവേചിക്കുന്ന വിവേചനം കണ്ടോ? വിവേചനം ഭയങ്കര കേട്ടോ. ഇവനൊരു കുലപാതകൻ എന്ന് പറഞ്ഞു. പക്ഷെ വചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ. ഇന്ന് രാത്രി നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? ഉറങ്ങരുതേ. ഹല്ലേലൂയ പറഞ്ഞേ. പൗലോസ് ആ കയ്യിൽ ഞാണ് കിടക്കുന്ന അണലിയുടെ നേരെ നോക്കിയിട്ട് അവന് പറയാനൊരു ദൂതുണ്ട്. അവൻ ഈ ദൂത് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഏയ് അണലിയെ, ഇന്നലകളിൽ ഞാൻ കൊടുങ്കാറ്റിനെ ജയിച്ചതാ. ഇന്നലകളിൽ കടലിലെ ശീതത്തെ ഞാൻ ജയിച്ചതാ. ഇന്നലകളിൽ ഞാൻ പലതിനെയും ജയിച്ചതാ. ആ ജയിച്ച എന്നെ നീ കൊത്തിയാലും ഞാൻ ചാകത്തില്ല. കാരണം എന്റെ തമ്പുരാൻ പറഞ്ഞിട്ടുള്ള ഒരു ദൂതുണ്ട്. ഞാൻ റോമയിൽ നിൽക്കും. ഇന്നു രാത്രി ആമേൻ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കുന്നവർ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അവൻ കയ്യിൽ ഞാണ് അണലിയെ അവൻ തീയിൽ കുടഞ്ഞെറിഞ്ഞു. ഏത് തീയാണ് ഇവന്റെ കയ്യിൽ അണലി ഞാണാൻ കാരണമായി തീർന്നത്? അണലി ചുറ്റാൻ കാരണമായി. മെലീത്തയിൽ അണലി നീണ്ട നാളുകളായിട്ടുണ്ട്. പക്ഷേ അവൻ വെളിപ്പെടാതിരിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? വെളിപ്പെടാതിരിക്കാൻ കാരണം തീ കൂട്ടാൻ ആളില്ലായിരുന്നു. ചില ദേശത്ത് നീ കടന്നു ചെല്ലുമ്പോ ചില അണലി വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തു, അവൻ നിന്റെ മേൽ തീയുടെ അഭിഷേകമുണ്ട്. ഇന്ന് രാത്രി ആ തീ മീറ്റിംഗിൽ വ്യാപരിക്കട്ടെ. ഡോക്ടർ റീന ഫിലിപ്പ്, ആ തീ നിന്റെ മേൽ കത്തുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്കില്ലാത്ത ചില വെല്ലുവിളികൾ നിന്റെ മേൽ ഉണ്ടാകുമ്പോൾ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ഏത് തീ നിമിത്തം നിന്റെ മേൽ അണലിനാണോ അതേ തീയിലേക്ക് അതിനെ കുടഞ്ഞെറിഞ്ഞ് ഇന്ന് രാത്രി ഒരു അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുന്നു. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ അണലി വെളിപ്പെട്ടത് ഒരു തീ നിമിത്ത അഭിഷിക്തന്മാരെ ആമേൻ പറഞ്ഞ് അതേ തീയിലേക്ക് ഇന്ന് രാത്രി ചിലതിനെ അനുഭവിക്കുന്ന വെല്ലുവിളികൾക്ക് കാരണം എന്നാണെന്നറിയാമോ? തീയാ കാരണം. ആമേ സ്തോത്രം. തീയാ കാരണമെങ്കിൽ ആ തീ കൊണ്ട് തന്നെ തമ്പുരാൻ മറുപടി അയക്കാൻ പോവുക. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. അടകമന ഹദുരദലഗടഗ ദനഗദരഗടഗസി ഉറിബാല ഹംദരെ റിബാന. മെലീത്ത ദ്വീപിൽ വച്ച് അവന്റെ കയ്യിൽ അണലിനാണോ? അവനോട് അധികാരത്തോടെ അഭിഷേകത്തോടെ പൗലോസ് പറയുക, ഇന്നലകളിലെ കപ്പൽ ഛേദത്തെ ജയിച്ചവനാ ഞാൻ. ഇന്നലകളുടെ പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും ആമേൻ ലിബർട്ടീനുടെയും കൂട്ടുകെട്ടലിനെ ജയിച്ചവനാ ഞാൻ. ഇന്ന് രാത്രി ആമേൻ പറ. നിന്റെ പ്രതിസന്ധിയെ നോക്കി വിളിച്ചു പറ. നിന്റെ രോഗത്തെ നോക്കി വിളിച്ചു പറ. ഇന്നലകളിൽ ആമേൻ ഉണ്ടായ പ്രതികൂലങ്ങളെ ജയിച്ചവനാ ഞാൻ. ഇന്ന് രാത്രി ആമേൻ പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന് ദോഷമൊന്നും പറ്റിയില്ല. അവർ വളരെ നേരം നോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയും ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. സൂസമ്മ അലക്സാണ്ടർ, എന്തു പറ്റും? ചാകുന്നില്ലല്ലോ, തീരുന്നില്ലല്ലോ. നോക്കി ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ പറയാം, നോക്കി ചിലർ കല്ലറയിൽ അടിഞ്ഞാലും നീ മരിക്കത്തില്ല. ആമേൻ പറ. അടവര സംബര ജലഗക്ഷേദന. ഇന്ന് രാത്രി ആമേൻ പറ. അഭിഷേകമുള്ളവൻ, വാക്തത്വമുള്ളവൻ എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ നിന്റെ കയ്യിൽ അണലിനാണാലും നിന്നെ ഇല്ലാതാക്കാൻ അണലിക്ക് കഴിയത്തില്ല. യേശുവിന്റെ രക്തത്താൽ ജയം. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്. നെറ്റ്വർക്കിന് ചെറിയൊരു തടസ്സം വരുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കാണണം. ആമേൻ. ചിരിച്ചോണ്ട് രാമൻ പറഞ്ഞു യേശുവിന്റെ രക്തം. നിങ്ങൾ ഫ്രീ ആയിക്ക്. ആത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ വ്യാപരിക്കുന്ന തടസ്സമായി നിൽക്കുന്ന സകലതിനെ നിങ്ങൾ ആത്മാവിൽ വെട്ടി പ്രാർത്ഥിച്ച് ഒരുമിച്ച് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഒരുമിച്ച് യോർദാനിൽ കാൽ വെച്ചപ്പോൾ യോർദാന്റെ ഒഴുക്ക് നിന്നതുപോലെ ഇന്ന് രാത്രി അഭിഷേകം വഹിക്കുന്ന ഒരു കൂട്ടം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില യോർദാന്റെ ഒഴുക്കുകൾ ഇന്ന് രാത്രി നിൽക്കട്ടെ. അരിപ്പാസ്റ്റേ, എനിക്കൊരു ദൂത് പറയാനുണ്ട്. യോർദാൻ വെളിപ്പെടുന്നത് തോൽക്കാനാണ്. ആമേൻ. നിങ്ങളെ നാവ് കൊണ്ടൊന്ന് പറയാവോ? എനിക്കറിയത്തില്ല, പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തില്ല. പുല്ലൂസ് ബ്രദറെ ഒന്ന് ആമേൻ പറഞ്ഞേ. യോർദാൻ വെളിപ്പെടുന്നത് എന്തിനാണെന്നറിയോ? തോൽക്കാനാ. ആമേൻ പറ. ഈ യോർദാൻ എവിടെയൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട് പുള്ളി നോക്കിയിട്ടുണ്ട്. ആമേൻ, ആമേൻ. യോശുവയുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്ന യോർദാൻ തോറ്റു കേട്ടോ. ആമേൻ പറ. യെസ്, ഹല്ലേലൂയ. ആമേൻ. ഏലിയാവിന്റെ മുമ്പിൽ ഈ യോർദാൻ വെളിപ്പെട്ടു, അവിടെയും യോർദാൻ തോറ്റു, അഭിഷിക്തൻ ജയിച്ചു. ഇന്ന് രാത്രി ആമേൻ പറ. ഏലീശയുടെ മുമ്പിൽ ഈ യോർദാൻ വെളിപ്പെട്ടു, യോർദാൻ തോറ്റു. ദൈവപുത്രന്റെ മുമ്പിൽ ഈ യോർദാൻ വെളിപ്പെട്ടു, യോർദാൻ തോറ്റു. ആമേൻ. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞേ.
ഏലിയാവും എലീശയും ഒക്കെ തങ്ങളുടെ മേൽ കിടന്ന പുതപ്പെടുത്ത് യോർദാനെ അടിച്ചപ്പോ യോർദാൻ പിളർന്നു, മറുകര കടന്നു, യോർദാൻ ഒന്നായി തീർന്നു. പക്ഷെ പുത്രൻ തമ്പുരാൻ യോർദാനിലേക്ക് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ, യോർദാൻ പിളർന്നില്ല. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്ന ആകാശമണ്ഡലം തുറന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു, നിന്റെ കുടുംബത്തിന്റെ മുകളിൽ സ്വർഗം തുറക്കാൻ പോകുക. എത്ര അധ്വാനിച്ചിട്ട്, എത്ര ഉപവസിച്ചിട്ട്, എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ദൂത് കേട്ടിട്ടും മറുപടി ഇല്ലാത്ത എന്നാന്നറിയാമോ? ആമേൻ, ആകാശമണ്ഡലം അടഞ്ഞു കിടക്കുക. ഇന്ന് രാത്രി വചനം പറയുന്നു, മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, സ്വർഗം അവന്റെ മുകളിൽ തുറന്നു. വ്യക്തിപരമായി ഏറ്റെടുക്കാൻ പറ്റുമോ? അനിൽ ജോർജിന്റെ മുകളിൽ തുറന്നു. നിങ്ങൾ ഏറ്റെടുത്തേ. ജേക്കബ് പാസ്റ്ററുടെ മുകളിൽ തുറന്നു. ഇന്ന് രാത്രി അന്ന ഷാലോമിന്റെ മുകളിൽ തുറന്നു. ആ കുടുംബത്തിന്റെ മുകളിൽ സ്വർഗം തുറക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ നടന്നു എന്ന് ചാർത്തക്കാരും ബന്ധുമിത്രാദികളും ഒരുമിച്ച് അത്ഭുതപ്പെടുന്ന നിലവാരത്തിൽ സ്വർഗം ആ കുടുംബത്തിന് വേണ്ടി സ്വർഗം തുറക്കുന്ന രാത്രിയാണ്. എത്ര പേർ ആമേൻ പറയും? നിന്റെ മുകളിൽ സ്വർഗം തുറക്കും. അനുവേ പാസക്ക് അറിയാം, പുള്ളി എന്നെ മാതൃകയാക്കുക. കാരണം ഒരു സ്ഥിര സപ്പോർട്ടൊന്നും, ഒരു ചർച്ചില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ആരും എന്നെ കളിയാക്കി, ചർച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷെ ചർച്ചില്ലാത്തതിന് ഏറിട്ട് ഒരു അഭിഷേക സ്വർഗം തന്നിട്ടുണ്ട്. ആമേൻ. ഓരോരുത്തരുടെ വിളി തിരിച്ചറിയുക. എന്നെ ഇട്ടിരിക്കുന്നത് ആമേൻ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ആ മൂലയിൽ കല്ലായിട്ടിരിക്കാനല്ല, സുവിശേഷം എത്താത്തിടത്ത് സുവിശേഷം എത്തിക്കാനാണ്. കഴിഞ്ഞ ദിവസം 7 എണ്ണത്തിന് സ്നാനപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി. ആമേൻ പറ. തല പോയാലും വേണ്ടില്ല. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് കരമുയർത്തി ഒന്ന് സ്വോത്രം പറ. മരിക്കുമ്പോ ചിരിച്ചോണ്ട് ശിംശോനെ പോലെ മരിക്കണം. ആമേൻ പറയാം. ഇന്ന് രാത്രി ഉടരബല ഹതരജന ഘടക ശബ്ദരാജന. ഇന്ന് രാത്രി അതാ ഞാൻ പറഞ്ഞ, ഒരു പുതപ്പ് നിന്റെ മേലേക്ക് കൈമാറാൻ പോവുക. ഓ റബ, ഒരുപക്ഷെ നിനക്ക് മറ്റുള്ളവരെ പോലെ പ്രവചിക്കാൻ അറിയണമെന്നില്ല, പ്രസംഗിക്കാൻ അറിയണമെന്നില്ല. പക്ഷെ അനന്യാസൻ നിന്റെ കൈവപ്പില ശൗലിന്റെ തീമരം പൊട്ടു. എത്ര പേർ ആമേൻ പറയും? ഈ യേശുവിന്റെ നാമത്തിൽ രക്തം ജയമെടുക്കുക. നിന്റെ കുടുംബത്തിൽ ചിലതിന്റെ കെട്ടഴിക്ക. അഭിഷേകത്തിന്റെ കരം വ്യാപരിക്കട്ടെ. ഇനി സണ്ണേ, പുറത്തുനിന്ന് ഒരുവൻ വന്നിട്ടെല്ലാം നിന്റെ കുടുംബത്തിൽ വിടുതൽ അടക്കാൻ പോകുന്നത്. നിന്റെ കരത്തം കൊണ്ട് തന്നെ നിന്റെ കുടുംബത്തിൽ ചിലതിന്റെ കെട്ടടിക്കാൻ പോവുകയാണ്. അനന്യാസ്, നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, നിനക്ക് പ്രവചിക്കാൻ അറിയത്തില്ല. പക്ഷെ നിനക്കൊന്നറിയാം, ദമസ്കസിന്റെ പടിവാതിക്കലെങ്കിലും മുട്ടുമടക്കാൻ അറിയാം. ഇന്ന് രാത്രി മുട്ടുമടക്കുന്ന ചിലർക്ക് വേണ്ടി സ്വർഗം വെളിപ്പെട്ട് വരട്ടെ. ദമസ്കസിന്റെ അടുക്കൽ പത്രോസ് ഉണ്ട് കേട്ടോ. അനേക അഭിഷക്തന്മാരുണ്ട്, അവരെ വേണമെങ്കിൽ വിടുതൽ അയക്കാം. പക്ഷേ അനന്യാസേ, നിന്റെ മേലുള്ള വിളി ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി ചില അഭിഷക്തന്മാരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, മറ്റുള്ളവരെ പോലെ പ്രാഗൽഭ്യമോ കഴിവോ നിനക്കില്ലെങ്കിലും നിന്റെ മേൽ ലോക സംരംഭത്തിന് മുമ്പേ, before the foundation of this world, God have a special plan and purpose about you. നിന്റെ മേലൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ആ പദ്ധതി എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാരുടെ കെട്ടടി. എത്ര പേർ ആമേൻ പറയുന്നത് രാത്രി? യേശുവിന്റെ നാമത്തിൽ ഓ ദൈവസഭയ്ക്ക് ഏറ്റവും ശക്തിയോടെ ആമേൻ എതിരായി നിന്നവന്റെ തീവരത്തെ പൊളിച്ച് ആമേൻ നീണ്ട 13 ലേഖനങ്ങൾ എഴുതി ചേർക്കുന്ന ഒരഭിഷക്തനെ ഇന്നും പലർക്കും മനസ്സിലാക്കാത്ത ആത്മാവിന്റെ നിഗൂഢതകൾ ഇരിക്കുന്ന കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുവാൻ തൂലിക ചലിപ്പിക്കാനുള്ള ഒരു ശൗലനെ പുറത്തെടുത്തത് ഒരന്യാസിന്റെ കരമാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കരത്തിലേക്ക് ഒന്ന് നോക്കിക്കുക. അത് കറുത്തിരുന്നോട്ടെ, വെളുത്തിരുന്നോട്ടെ. ഇപ്പൊ കറുപ്പും വെളുപ്പും ഒക്കെ ആണല്ലോ പ്രശ്നം. ഇന്ന് രാത്രി ജാതി പറഞ്ഞ തമ്പുരാൻ നിന്നെ അടിക്കും, ഉറപ്പ് പറയുന്നതാ. യേശുവിന്റെ നാമത്തിൽ കരം ഉയർത്തിയ സ്വോത്രം പറയാം. രക്തം ജയമെടുക്കുന്നു. ചുടവര ഹതര, നമ്മളെല്ലാം ജാതികളാന്നേ. യഹൂദന്മാരെ സ്വന്തം ജനമുള്ളൂ. ആമേൻ. ഒരു കാലഘട്ടത്തിലേക്ക് തമ്പുരാൻ അവർക്ക് ഇടർച്ച കൊടുക്കാൻ കാരണം നാമൊക്കെ ഇതിന്റെ അകത്തേക്ക് കയറാനാ. നകളിച്ച നാട്ടൊലിവോട് കാട്ടൊലിവനായി നമ്മെ ചേർത്ത് ഒട്ടിച്ചെന്നുള്ളൂ. തമ്പുരാൻ ഇതിന് വേർപെടുത്തി കളയാനും പറ്റും. എത്ര പേര് ആമേൻ പറയും? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവശക്തി മീറ്റിംഗിൽ വ്യാപരിക്കട്ടെ. ഞാൻ ഏറ്റവും വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചോടെയെന്നറിയാമോ? കണ്ടമാടിൽ ആഫ്റ്റർ ദ പെർസിക്യൂഷൻ ആയിരക്കണക്കിന് ആളുകളെ അരുങ്കൊല ചെയ്യപ്പെട്ട കണ്ടമാൾ ഡിസ്ട്രിക്റ്റിലേക്ക് ആത്മാവേല നടത്തി. ഒരു നിയോഗപ്രകാരമാണ്. മരണം പതിയിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒത്തിരി പ്രവാചകന്മാർ ഒരുമിച്ച് പറഞ്ഞു പോകരുത്, മരണം പതിയിരിക്കുക. പക്ഷെ ആത്മാവ് പറഞ്ഞു പോടാ. ആത്മാവിന്റെ തണലിൽ ഞാൻ കടന്നു ചെല്ലുമ്പോ നിങ്ങൾക്കറിയാമോ 0 ഡിഗ്രി തണുപ്പ്. അവിടെ ഒരു ആന ഇറങ്ങി 50ഓളം വീടുകൾ നശിപ്പിച്ച
തുമ്പിടിബണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആമേൻ ഒരാൾ എന്നെ നടത്തി. അവിടെ ചെല്ലുമ്പോൾ രാവിലെ തണുത്തുറഞ്ഞ് വിറച്ചു കിടക്കുന്ന സ്ഥലം. ആമേൻ സെക്കൻഡ് കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. യോഗ പാസ്റ്ററൊക്കെ കേട്ടിട്ടുണ്ടാവും. ആമേൻ ആ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ നിന്ന് വിറക്കുക. ഞാൻ നോക്കുമ്പോ കുറച്ച് കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് വരിക, മൂക്കളെ കൊലിപ്പിച്ചുകൊണ്ട്. ആമേൻ അവരുടെ ശരീരം ഞാൻ ശ്രദ്ധിച്ചപ്പോ നിങ്ങൾക്കറിയാമോ, ശരീരം മുഴുവൻ വെന്തിരിക്കുക, ശരീരം മുഴുവൻ പൊള്ളി ജീർണിച്ചിരിക്കുക, ദുർഗന്ധം വമിക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്ത് പറ്റി ഇവരുടെ ശരീരം പൊള്ളിയിരിക്കുന്ന ഈ തണുപ്പത്ത് പൊള്ളിയിരിക്കുന്നത് എന്തുകൊണ്ട്? അവർ ഒരുമിച്ച് കൈകൂപ്പി പറഞ്ഞു, മാസ്റ്റർ എന്താ സംഭവം എന്നറിയാമോ, രാത്രി 0 ഡിഗ്രി താഴേക്ക് തണുപ്പ് പോകുമ്പോ ആഴി കൂട്ടും തീ കൂട്ടും. ഈ തീയുടെ അടുക്കൽ ചെന്നിരുന്ന ആമേ സ്തോത്രം തീയുടെ സെൻസ് ചെയ്യാനറിയാതെ ഐസ് പോലെയാകുന്ന ശരീരം പൊള്ളലേൽക്കുന്നതാ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ പ്ലാറ്റ്ഫോമുകളിൽ 500 1000 പേരുടെ പ്ലാറ്റ്ഫോമിൽ തമ്പുരാൻ നിർത്തിയിട്ടുണ്ട്. ആമേൻ, ഒരു അതിശയോക്തിയുമല്ല, നോർത്തിയുടെ മണ്ണിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ ചേർത്തിരുത്തി ഇവരുടെ ശരീരത്തിലുള്ള മൂക്കളെയും ഈ പഴുപ്പും എല്ലാം ശരീരത്തിൽ പറ്റിച്ചേർത്ത് ഞാൻ അവരെ പിടിച്ച് ഉമ്മ വെച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അവിടെ തുറന്നതുപോലെ എന്റെ മിനിസ്ട്രിയിൽ ഒരിടത്തും തുറന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി കരമുയർത്തി തമ്പുരാനോട് ഒരു സ്തോത്രം പറയാമോ? വലിയവൻ ചെറിയവന്റെ മുമ്പിൽ താഴുന്നിടത്ത് സ്വർഗം തുറക്കത്തുള്ളൂ. ഇന്ന് രാത്രി ആമേൻ പറ. നോഹയുടെ കാലത്ത് അടഞ്ഞുപോയ ഒരാകാശമുണ്ട് കേട്ടോ, അത് തുറക്കണമെങ്കിൽ വലിയവൻ ഈവൻ ദോ ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമുദ്രം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദേശത്തിൽ മനുഷ്യനെ അവതരിച്ച് തന്നെ താഴ്ത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അരുമ തമ്പുരാൻ യോർദാന്റെ തണുത്ത വെള്ളത്തിൽ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ അപ്പോ നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്ന ആകാശം, എന്തേ കേരളത്തിന്റെ ആകാശമണ്ഡലം തുറക്കാത്തതെന്നറിയാമോ? ഒന്ന് താഴാൻ ചിലർ തയ്യാറായുണ്ടല്ലോ, ചിലതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായുണ്ടല്ലോ. നിന്നെ സ്നാനമെടുക്കുന്നത് എനിക്ക് യോഗ്യമെന്ന് പറയുമ്പോഴും വിട്ടുകൊടുക്കാൻ മനോഭാവമുള്ള ഒരു കൂട്ടം എഴുന്നേറ്റാൽ ഇന്റെ ആമേൻ. എത്ര പേർ ആമേൻ പറയും? ദൈവത്തിനൊന്ന് സ്തോത്രം പറയാമോ? ദൈവശക്തി ഇന്ന് രാത്രി മീറ്റിംഗിൽ വ്യാപരിക്കട്ടെ. നിങ്ങൾ അറിയാത്ത ഒരു ദൈവ സാന്നിധ്യം, ഇതുവരെ കേൾക്കാത്ത ഒരു ദൂത് ചിലതിന്റെ മേലേക്ക് ആമേൻ സ്തോത്രം ഇന്ന് രാത്രി ചാട്ടുളി പോലെ തറയ്ക്കുക. എന്തൊക്കെയോ ദൈവരാജ്യത്തിന് വേണ്ടി സാക്ഷിയാകാം ദൈവം ചിലതിന്റെ മേലെ ഒരു പുതപ്പെടുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാ. ദൈവശക്തി വ്യാപരിക്കട്ടെ. മരുഭൂമിയിലൂടെ ഓടിയ ഫിലിപ്പോസേ, നിന്നെ സ്വർഗം മാനിക്കാതെ വിടത്തില്ല. രഥത്തിന്റെ പുറകിൽ ഓടിയ ഫിലിപ്പോസേ, ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആത്മാവ് ചില രാജ്യങ്ങളിലേക്ക് നിന്നെ പറത്തും. ഇന്നലകളിൽ ആമെ ഫിലിപ്പോസിനെ പോലെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയവനെ തമ്പുരാൻ ആമെ സ്തോത്രം തണുത്തു വിറച്ച് നടക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ. എത്ര പേർ ആമേൻ പറയാം? ഷണ്ണനെ സ്നാനപ്പെടുത്തി ആമെ സ്തോത്രം ഷണ്ണൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ആമേൻ പറഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസന്മാരൊന്ന് ആമേൻ പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ ഷണ്ണൻ ആരാ? ആമേൻ, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയ എത്ര ഖജാൻജിയാ, ഇന്ത്യ പോലെ ഖജാൻജി. എത്ര പേര് ആമേൻ പറയാ? ഫിനാൻഷ്യൽ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറാം. ചില മിനിസ്റ്റേഴ്സ് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് പറക്കുന്നതിന് മുമ്പ് ചില രാജ്യങ്ങളിലേക്ക് ഇന്ന് രാത്രി ചിലതിന് നിയോഗത്തോടെ പറക്കാൻ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമുണ്ട്. എത്ര പേർ ചിരിച്ചുകൊണ്ട് രാമൻ പറയും? യേശുവിന്റെ രക്തത്താൽ ജയം മടിച്ച് തമ്പുരാനെന്ന് സ്തോത്രം പറയാമോ? ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയതുപോലെ അവനെ പിന്നെ അസ്തോദിൽ കണ്ടതുപോലെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലതിന്റെ യാത്രകളുടെ കെട്ടുകളയട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ് സാക്ഷിയാകുക. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 26. Somebody can read. 21, 22 വാക്യങ്ങൾ. 26, 21, 22. ആർക്കാ വായിക്കാൻ പറ്റുന്നേ? എടുത്തവരൊക്കെ വായിച്ചോ? ഇത് നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്ന് വരെയും നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ചിരിച്ചോണ്ട് ആമേൻ പറ. പൗലോസ് ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ?
പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചവരുടെ നടുവിലാണ് നിൽക്കുന്നത്. പൗലോസ് പറയുന്ന സാക്ഷ്യം കേട്ടോ, എന്നെ കൊല്ലാൻ 40-ലധികം ആളുകൾ ഒരുമിച്ച് ചിന്തിച്ചു. യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഉപവസിച്ചു. അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ചില ഉപവാസ പ്രാർത്ഥന എതിരെയുള്ളത് തമ്പുരാൻ പൊട്ടി. എത്ര പേര് ആമേൻ പറയും? യേശുവിന്റെ രക്തം ജയം. കരമുയർത്തി സ്തോത്രം പറ. 40 പേര് ഉപവസിച്ചത് പൗലോസിനെ ഇല്ലാതാക്കാനാ. യേശുവിന്റെ നാമത്തിൽ എതിർ പ്രാർത്ഥനകളുടെ കെട്ടുകൾ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ പൊട്ടിക്കുക. സകല സോളിസ് പ്രയറുകളും ഇന്ന് രാത്രി ഈ മീറ്റിംഗിനെതിരെയുള്ള സകല സോളിസ് പ്രയറുകൾ ഇത് ദൈവാത്മാവിൽ ആരംഭിച്ചതാണെങ്കിൽ വചനം പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന വചനം ശ്രദ്ധിച്ച പൗലോസ് പറയുക, എന്താ സംഭവിച്ചത്? എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുക ഞാൻ ഇന്ന് വരെയും നിൽക്കുകയും എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നിന്നെന്ന്. ആമേൻ പറ. ഇന്ന് വരെ നിന്നതാരാ? കൃപയാൽ ദൈവം നിർത്തിയതാ. വലിയവരോടും ചെറിയവരോടും ഞാൻ സാക്ഷ്യം പറഞ്ഞു. ആമേൻ പറ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു അഭിഷേകം ഈ മീറ്റിംഗിൽ വ്യാപരിക്കും കേട്ടോ. വലിയവരോട് സാക്ഷ്യം പറയാൻ, ചെറിയവരോട് സാക്ഷ്യം പറയാൻ. എത്ര പേര് ആമേൻ പറയും? ദൈവത്തിന്റെ സഹായം ലഭിക്കുന്നത് ആർക്കാന്നറിയാമോ? സാക്ഷ്യം പറയുന്നവർക്ക്. If you are ready to say your testimonies, whatever may God previously did in your life, ആമേൻ, ഇന്നലകളിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് സാക്ഷ്യം പറയാൻ നീ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ സഹായം നിനക്ക് ലഭിക്കും. രാത്രി എത്ര പേര് ആമേൻ പറയാ? ദൂതിന് ഹല്ലേലൂയ. ഒരു സാക്ഷിയെങ്കിലും പ്രാപിക്കാത്തവർ ഈ മീറ്റിംഗിൽ ഇല്ല കേട്ടോ. ആമേൻ പറഞ്ഞേ. ആർക്കാ സഹായം ലഭിക്കുന്ന അറിയാമോ? ആർക്കാ സഹായം? ദൈവത്തിന്റെ സഹായം. മനുഷ്യന്റെ സഹായം വ്യർത്ഥമത്രേ എന്ന് രാത്രി ആമേൻ പറ. ആമേൻ, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വക്രനോട് ഞാൻ വക്രൻ. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീതിമാനോട് ഞാൻ നീതിമാൻ. നീ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എന്റെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ആമേൻ. ഈ മീറ്റിങ്ങിനെ ആമേൻ കെട്ടുവാൻ ശ്രമിച്ച ചില കെട്ടുകൾ പൊളിയുക. വലിയവരോടും ചെറിയവരോടും സാക്ഷ്യം പറയുവാൻ ഈ മീറ്റിംഗിൽ ദൈവം ആമേൻ അടുത്ത നിലവാരത്തിലേക്ക് ഉപവാസ പ്രാർത്ഥനയിൽ ചേഞ്ച് ചെയ്യാൻ പോകുക. ആമേൻ സ്തോത്രം. സാധാരണക്കാരും അസാധാരണക്കാരും മീറ്റിംഗിൽ ഒരുമിച്ച് കയറാൻ പോകുക. എത്ര പേർ ആമേൻ പറയും? കരമടിച്ച് നിങ്ങൾ ആ ദൂതിന് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറയുക. ദൈവത്തിന്റെ അഭിഷേകം. ഹല്ലേലൂയ. രക്തം ജയം. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? യേശുവിന്റെ രക്തത്താൽ ജയം. ദൈവം ഒരു ടെസ്റ്റിമണി കൊണ്ട് ഈ മീറ്റിംഗിനെ നിറക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്ന സകലരുടെ മേലും ടെസ്റ്റിമണികൾ വെളിപ്പെടട്ടെ. ഇന്നലകളിൽ തമ്പുരാൻ ചെയ്തത് പറയുമ്പോൾ നാളത്തേക്ക് ദൈവം ചിലത് ചെയ്യാൻ അനുവദിക്കും. ആമേൻ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 26 ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുമിച്ച് അവസാനിപ്പിക്കാം. ആ 16, 17 ഒന്ന് വായിച്ച്. 16, 17. Somebody can read Act of Apostles chapter 26 and 17 and 16 and 17. എഴുന്നേറ്റ് നിവർന്നു നോക്കുക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് ആകുന്നതിനും നിന്നെ ശുശ്രൂഷകന് സാക്ഷ്യമായി നിയമിക്കുവാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ ഞാൻ നിന്നെ രക്ഷിക്കും. വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം. നീ എന്നെ കണ്ടതിനും. ആമേൻ പറ. ഇന്നലെകളിൽ കർത്താവിന്റെ പ്രവൃത്തി കണ്ടവർ എത്ര പേരുണ്ട്? ആമേൻ പറഞ്ഞു. ഞാൻ ഇന്നലകളിൽ അരിവേപ്പാസ് പറഞ്ഞൊരു സാക്ഷി ഞാൻ പെട്ടെന്ന് ഓർമ്മ വരിക. പുള്ളി സുരേഷ് ബാബു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ആർക്കൊക്കെ വണ്ടി വേണ്ടേ എന്തോ ഒരു ദൂത് പറഞ്ഞു. പുള്ളി അങ്ങ് കയറി പിടിച്ചു. സ്തോത്രം. അന്നത്തെ സഭയിലുണ്ടായിരുന്ന സകലരും പറഞ്ഞു പുള്ളിനെ കളിയാക്കുക. 4 വീലറാണ്, പുള്ളിനെ കളിയാക്കുക. വണ്ടി കിട്ടുന്ന അന്ന് വരെ വണ്ടി കയ്യിലേക്ക് വന്നിട്ടില്ല. പുള്ളി പറഞ്ഞു ദൂത് കേട്ടതാ, പരസ്യമായി വിളിച്ചു പറഞ്ഞ ദൂതാ. പുള്ളി അതങ്ങ് റിസീവ് ചെയ്തു. ഇന്ന് രാത്രി ഈ ദൂതിനെ നിങ്ങൾ അതുപോലെ റിസീവ് ചെയ്യാൻ തയ്യാറായ. ഞാൻ ആ വാഹനത്തിൽ കയറി സഞ്ചരിച്ചിട്ടുണ്ട്. ആമേൻ പറ. ഇന്ന് രാത്രി അത് ഞാൻ പറഞ്ഞു, ഇന്നലകളിൽ നീ സാക്ഷ്യം കണ്ടവനാ, ദൈവപ്രവൃത്തി കണ്ടവനാ. ആമേൻ പറ. അടുത്ത പദം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെ കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാൻ ഇരിക്കുന്നതിനും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്ന് വിശ്വസിക്കാവോ?
ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കേട്ട ദൂതുകളിൽ 99.90 നടന്നിട്ടില്ല. പക്ഷെ ആത്മാവ് പറയുന്നു, കരം ഉയർത്തി റിസീവ് ചെയ്യാൻ തയ്യാറാണ്. ആത്മാവ് പറയുന്നു, ആമേൻ, സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞേ, ഇന്നലകളിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ട കർത്താവ്, ആമേൻ, നാളുകളിൽ ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാൻ പോകുന്നതിനും ഇന്നലകളിൽ പ്രത്യക്ഷനായതിനും ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാൻ പോകുന്നതിനും ഞാൻ നിന്നെ സാക്ഷിയാക്കാൻ പോകുക. കഴിഞ്ഞ ദിവസം എന്റെ ഒരു ടെസ്റ്റ് മണി യൂട്യൂബിൽ ചലിച്ചു. 26,000 പേര് കണ്ടു. പക്ഷെ ആത്മാവ് ഇന്നലെ എന്നോട് ദൂത് പറഞ്ഞു, ആ സാക്ഷ്യം ഒന്നും അല്ല, പുതിയ സാക്ഷ്യം വെളിപ്പെടാൻ പോകുക. എത്ര പേര് ആമേൻ പറയുന്നു? കർത്താവിനൊന്ന് സ്വതന്ത്രം പറയാമോ? ഇതിന്റെ അകത്ത് അതുപോലെ ചിലതിനെ തമ്പുരാൻ ഉപയോഗിക്കാൻ പോകുക. സാക്ഷ്യങ്ങളുടെ കെട്ടടിയത്തെ യേശുവിന്റെ നാമത്തിൽ. അനുവേപ്പാസ് ആ ദൂതും പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, എന്റെ പാസ്റ്ററെ ഒരു 5,000 എങ്കിലും കടന്നാർന്നെങ്കിൽ കൊള്ളായിരുന്നു. അനുവേപ്പാസ് പറഞ്ഞു, ഒരു 16,000ന്റെ മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടെന്ന്. പ്രവാചകന്റെ കണ്ണിന് പോലും എത്താത്തതിലേക്ക് ദൈവം ഉയർത്തി. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ അതുപോലെ. അനുവേപ്പാസ് വിളിച്ചെടുത്തു, ഇത് ദൂത, ഒരു പ്രവാചകനെ നിന്നെ വിവേചിക്കാൻ പറ്റത്തില്ല, നിന്റെ അഭിഷേകത്തെ വിവേചിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറയും? സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ 2 പ്രവാചകന്മാരാ മോശക്കെതിരെ നിന്നത്. കർത്താവിനൊന്ന് സ്വതന്ത്രം പറഞ്ഞു. മോശ എന്ന ദൈവപുരുഷനെതിരെ നിന്നത് സ്വന്തം സഹോദരന്മാരാ. എന്താ കാര്യം എന്നറിയാമോ? ജാതീയ പ്രശ്നം അവിടെ. ഒന്ന് ചിരിച്ചോണ്ട് ആമേൻ പറഞ്ഞേ. ഞാൻ ജാതി പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ ആമേൻ പറഞ്ഞേ. ഒരു ഒരു എത്യോപ്യ പെൺകുട്ടിയെ മോശ അങ്ങ് കല്യാണം കഴിച്ചു, ഒരു കറുത്തവളെ കല്യാണം കഴിച്ചു. ഒന്ന് ആമേൻ പറഞ്ഞേ. ഇതുകൊണ്ട് ആമേൻ മരുമോക്ക് ഇഷ്ടപ്പെട്ടില്ല. മരുമോട് നല്ലെന്ന് പറയുന്നത് എന്താ? എനിക്ക് ഈ നാത്തൂൻ ഇഷ്ടപ്പെട്ടില്ല. മലയാളം എല്ലാം മറന്നുപോയേ. നാത്തൂൻ ഇഷ്ടപ്പെട്ടില്ല, ചേട്ടച്ചാർക്കും ഇഷ്ടപ്പെട്ടില്ല. അവര് പറഞ്ഞു, നീ എന്തിനായി കറുത്തവളെ കെട്ടിയത്? കറവ് ഉയർത്തി ഒന്ന് തമ്പുരാന് സ്വതന്ത്രം പറഞ്ഞേ. മോശക്കെതിരെ പറഞ്ഞപ്പോ ആമേൻ പറഞ്ഞേ, മോശ സാക്ഷി പറയാനൊന്നും പോയില്ല. ഇന്നലെ ഞാൻ ചെങ്കടൽ പിളർന്നാന്നൊന്നും പറഞ്ഞില്ല. ഇന്നലെ ആമേ സ്തോത്രം ഞാൻ സമാഗമന കൂടാരത്തിന് അളവും തോതും പിടിച്ചവനാണെന്നൊന്നും മോശ പറഞ്ഞില്ല. അവൻ സൗമ്യനായിരുന്നു. പക്ഷെ അവന് വേണ്ടി തമേൻ തേജസ്സിൽ ഇറങ്ങിയത്, സമാഗമന കൂടാരത്തിന്റെ മുകളിലേക്ക് ഇറങ്ങിയത് ആരാന്നറിയാമോ? തമ്പുരാൻ തന്നെ ഇറങ്ങി. ഇന്ന് രാത്രി ആമേൻ പറ, യേശുവിന്റെ നാമത്തിൽ ചിലതിന് വേണ്ടി തമ്പുരാൻ ഇറങ്ങാൻ പോകുക കേട്ടോ. ഹല്ലേലൂയ. നിന്നെ വിധിക്കുന്ന ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് ഈ മീറ്റിംഗിൽ കരമുയർത്തി തമ്പുരാന് സ്തോത്രം പറയാൻ തയ്യാറാ? നിന്നെ വിധിക്കുന്ന ചിലരെ, നിന്നെ കളിയാക്കുന്ന ചിലരെ, നിന്നെ പരിഹസിക്കുന്ന ചിലരെ, അവരോട് ഇടപെടാൻ, അവരോട് ടെസ്റ്റ് മണി പറയാൻ, നിനക്ക് കഴിയാതിരിക്കുമ്പോ നിന്നെ കുറിച്ച് ടെസ്റ്റ് മണി പറയാൻ തമ്പുരാൻ തന്നെ ഇറങ്ങി വരട്ടെ. രാധിക ഒന്ന് വിളിച്ച് ഏറ്റെടുത്ത അതോതിന് നിന്റെ ടെസ്റ്റ് മണി നീ പറഞ്ഞാൽ നടക്കത്തില്ല. ആമേൻ പറ. പക്ഷെ ഇന്ന് രാത്രി ആമേൻ പറ, യെസ് ഹല്ലേലൂയ, നിന്റെ കാര്യം നീ സാക്ഷി പറഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ തമ്പുരാൻ പറയുക, ഒരു കാര്യം സ്ഥാപിക്കുന്നത് 2 പേര് സാക്ഷിയാകണം. ആത്മാവ് പറയുന്നു, ഒന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് സാക്ഷിയായിട്ടുണ്ട്. ആമേൻ പറയാമോ? യെസ്. 2 പുത്രൻ തമ്പുരാൻ നിനക്ക് സാക്ഷിയായിട്ടുണ്ട്. ലവോദിക്ക സഭയോട് ദൂത് പറയുമ്പോ ഇങ്ങോട്ട് പറയും, ഇങ്ങനെ പറയുന്നത്, ശുദ്ധനും സത്യവാനും ആമേ സത്യവാനുമായുള്ള സാക്ഷിയായുള്ളവൻ, വിശ്വസ്ത സാക്ഷിയായുള്ളവൻ ആരില് ചെയ്യുന്നത്? ഈ നാളുകളിൽ തമ്പുരാൻ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയാൻ പോകുക. ആമേ മോശയെ കുറിച്ച് അഹരോനോടും ആമേ മിര്യാമനോടും ഇടപെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ ചിലതിനോട് തമ്പുരാൻ ഇടപെടട്ടെ. കരമുയർത്തി തമ്പുരാനോട് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ചിരിച്ചോട്ട് രാമൻ പറയാമോ? എത്ര പേര് രാമൻ പറയും? യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. മിര്യാമനോടും അവരോടും പറയുന്ന പദം കേട്ടോ. ഞാൻ പ്രവാചകന്മാരോട് കടമൊഴിയായി സംസാരിക്കും, ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ സംസാരിക്കും. പക്ഷെ എന്റെ ദാസനായ മോശയോട് ഞാൻ കടമൊഴിയായിട്ടല്ല സംസാരിച്ചത്, ഞാൻ മുഖാമുഖമായി സംസാരിച്ചു. അവനെ പോലെ ഭൂമിയിൽ സൗമ്യനായി ആരും ഇല്ലല്ലോ. ശ്രദ്ധിക്കണമേ, ആമേ സ്വർണ്ണത്തിൽ ദൈവത്തിന്റെ കോപം ചലിച്ചു. ദൈവ തേജസ് സമാഗമന കൂടാരത്തിൽ വേർവിട്ടുപോയപ്പോ മിര്യാമിന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ഇന്ന് രാത്രി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവിക ശക്തി ഇന്ന് രാത്രിയും മീറ്റിംഗിൽ
വ്യാപരിക്കട്ടെ. ചില കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ആമേൻ സ്തോത്രം. ഡോക്ടർ ബീന ഫിലിപ്പ്, നിനക്കെതിരെ, നിന്റെ ആമേൻ സ്തോത്രം ജീവിതത്തിനെതിരെ കള്ളസാക്ഷി പറഞ്ഞ ചിലതിനോട് ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടും കേട്ടോ. ആമേൻ. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിലാണെന്ന് പറയുന്നു. ആമേൻ. കള്ളസാക്ഷി പറയുന്നവൻ കള്ളസാക്ഷ്യം പറഞ്ഞു എന്ന് തെളിഞ്ഞാൽ ആ ക്രിമിനൽ കുറ്റം ചെയ്ത ഏത് കുറ്റമാണോ ആ കുറ്റത്തിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. ഇന്നലകളിൽ നിനക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞവർ ദൈവത്തിനൊന്ന് സ്വോത്രം പറയാമോ? യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി മീറ്റിംഗിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വോത്രം. ഒരു നിമിഷം കണ്ണുകളുടെ ചെയ്വാണ്ട് പ്രേ ഫോർ യു. ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോവുക. വിശ്വസ്ത സാക്ഷിയാണ് അവൻ, പരിശുദ്ധൻ. ആമേൻ. കർത്താവിന്റെ പേര് വിശ്വസ്ത സാക്ഷി എന്നാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആമേൻ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വിളിച്ചു പറയുന്നത്, സത്യത്തിന്റെ ആത്മാവ് എന്റെ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുമ്പോൾ എന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് വരുവാനുള്ള സത്യത്തിന്റെ ആത്മാവ് അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഇന്ന് രാത്രി ചിലതിന് തമ്പുരാൻ ശക്തീകരിക്കട്ടെ. സാക്ഷ്യം പറയുക. ദൈവകരം വ്യാപരിക്കട്ടെ. യോബിന്റെ പുസ്തകത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാമോ പാസ്റ്റേ? ഒരു വാക്യം ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് ആമേൻ എന്റെ മനസ്സിലേക്ക് വന്നൊരു ദൂത. യേശുവിന്റെ രക്തത്താൽ ജയം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡേ, ആ വാക്യം വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. എന്റെ ഭാഷയുള്ളവരൊക്കെ ഒന്ന് അനുഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. 16-ാം അധ്യായം 19-ാം വാക്യം. 16-19 വായിച്ചേ. ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ശ്രദ്ധിച്ചോ നിങ്ങള്? ഇപ്പോഴും എന്റെ സാക്ഷി ഉയരത്തിൽ, സ്വർഗത്തിലും ഇരിക്കുന്നു. എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ആമേൻ. ഭൂമിയിൽ ആരും നിനക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ശ്രദ്ധിക്കണം. യോബിന്റെ ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ കഷ്ടം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു. മക്കൾ ഒരു ദിവസം കൊണ്ട് തീർന്നു. സമ്പത്ത് തീർന്നു, നശിച്ചു. തന്റെ ശരീരം മുഴുവൻ പരുക്കളാൽ ബാധിച്ചു. കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? ചാരത്തിൽ ഇരുന്ന് ഓട്ടിൻ കഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടുമ്പോ തന്റെ സ്നേഹിതന്മാർ വന്ന് അടുത്തിരുന്നിട്ട് 7 ദിവസം മിണ്ടിയില്ല. പിന്നെ അവർ വായി തുറക്കുന്നത് മുഴുവൻ ഇയ്യോബിനെതിരെ സാക്ഷി പറയാൻ. കുറ്റം ചെയ്യാതെ കഷ്ടം അനുഭവിച്ചിട്ടുള്ളവൻ ആരുള്ളൂ? എത്ര അധ്യായങ്ങൾ ആ കുറ്റം വിധിച്ചെന്നറിയാമോ? യോബിന് മറുപറക്ക് പറയാൻ ഒന്നുമില്ല. കേട്ടുകൊണ്ടിരുന്നു പാവം. പക്ഷേ യോബ് പറഞ്ഞൊരു പദമുണ്ട്, ഇപ്പോഴും എന്റെ സാക്ഷി ഉയരത്തിൽ, എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലിരിക്കുന്നു. ഇന്നലകളിൽ നിന്നെ കുറിച്ച് കുറ്റവും നിന്നെ കുറിച്ച് കള്ളസാക്ഷിയും എനിക്കറിയാം. ഈ ദൂത് പറയുമ്പോൾ ഈ ദൂത് എന്നോട് കൂടിയാ. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, എന്റെ ദൈവത്തിനറിയാം. കാരണം ഉയർത്തി തമ്പുരാൻ സ്തോത്രം പറഞ്ഞു. ഈ കെട്ട് ഇന്ന് രാത്രി ഇവിടെ പൊട്ടും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി പേർ അപവാദം കെട്ട് മടുത്തവർ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരം ഉയർത്തിക്കും. തമ്പുരാൻ നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ പോവുക. ഇപ്പോഴും എന്റെ ജാമ്യക്കാരൻ, ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിൽ ഉണ്ടെന്ന് എത്ര പേർ കർത്താവിന്റെ സ്തോത്രം പറയും. നിന്നെ കുറിച്ച് പലരും പലതും പറയുമ്പോ തമ്പുരാന് നിന്നെ കുറിച്ച് പറയാനുള്ള പദം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ആമേൻ. എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വച്ചിരിക്കുന്നു. കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? രക്തം ജയം, രക്തം ജയം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലതിനെ തൊടുകയെ മീറ്റിംഗിൽ ജിൻസിയാനിൽ പിടിച്ചെടുത്തു. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി സാക്ഷിയാകാൻ പോവുക. അപ്പോസ്തല പ്രവൃത്തിയിൽ വലിയൊരു യുദ്ധം നടന്നു കേട്ടോ. എന്താണെന്നറിയാമോ? പത്രോസ് എന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പ്രസംഗിച്ചു. ആത്മപകർച്ച വെളിപ്പെട്ടു. 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ പരീശന്മാരും സ്തോത്രം ഹല്ലേലൂയ പരിച്ഛേദനക്കാർ കടന്നു വന്ന പത്രോസിനോടും ഉഗ്രവാദം നടത്തുക. എന്താ ചെയ്യേണ്ടത്? അവരെ പരിച്ഛേദന ഏൽപ്പിക്കണം. നീ ആടുകളോടുകൂടി ആഹാരം കഴിച്ചു, അവരെ പരിച്ഛേദന കൽപ്പിക്കണമെന്ന് ഉഗ്രവാദം നടത്തുമ്പോ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞൊരു പദമുണ്ട്. പത്രോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമല്ലോ ദൈവാത്മാവ് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് എന്നെ അയച്ചു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞേ.
എന്റെയും നിന്റെ ഹൃദയത്തെ മനുഷ്യർക്ക് അറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. പക്ഷെ തമ്പുരാൻ വചനം ഇങ്ങനെ പറയുന്നു, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ പരിശുദ്ധാത്മാവിനെ അവർക്കും കൊടുത്തു. ആമേൻ പറഞ്ഞേ. സാക്ഷി നിന്നെന്ന 15-ാം അധ്യായം പറയുന്നത് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് സാക്ഷി നിന്നു. ഷൈനി സിസ്റ്ററെ, നിന്റെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് സാക്ഷി നിൽക്കാൻ പോകുക. എത്ര പേർ കർത്താവിന്റെ സ്തോത്രം പറയും? ഓ ഹല്ലേലൂയ. നീ എടുത്ത ചില ദൈവിക തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് സാക്ഷി നിൽക്കുന്ന ചില ശുശ്രൂഷകൾ നിന്നിലൂടെ വെളിപ്പെടുമെന്ന് ആത്മാവ് പറഞ്ഞ എത്ര പേർ കർത്താവിന്റെ സ്തോത്രം പറയും? യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ചില കുടുംബങ്ങളെ നോക്കി ഇതൊരു ദൂതായി ആമേ റിലീസ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ, പരിശുദ്ധാത്മാവിന്റെ നന്മകൾ ഈ ജനത്തിന്റെ മേലേക്ക് ഇന്ന് രാത്രി അതുപോലെ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തം ജയമെടുക്കുക. ഇന്ന് രാത്രി ആത്മാവ് എന്നോട് പറഞ്ഞത് വചനത്തെ റിലീസ് ചെയ്യാനാണ്. ചിലതിനെ ശക്തീകരിക്കുന്ന ഒരു പുതപ്പ്, ഒരു മാന്റിൽ ഓഫ് ഗോഡ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. യെസ് 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 യെസ്. നിന്റെ മേൽ കിടക്കുന്ന മാൻഡിലിനെതിരെയാട്ടോ ശത്രുവിന്റെ വെല്ലുവിളി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ മേൽ കിടക്കുന്ന പുതപ്പിന് നേരെയാ ശത്രുവിന്റെ വെല്ലുവിളി, അല്ലാതെ ഒന്നുമല്ല. നിന്റെ മേലുള്ള അഭിഷേകത്തിനെതിരെയാ ശത്രുവിന്റെ വെല്ലുവിളി. രാത്രി ലോകം മുഴുവൻ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യേശുവിനെ ക്രൂശിച്ച് അവന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞ പടയാളികൾക്ക് നോട്ടം അവന്റെ അങ്കിയില. ഓഹോ, ഇന്ന് രാത്രി ചില പടയാളികൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ. എത്ര പേർ കർത്താവിന്റെ സ്തോത്രം പറയുമെന്ന് അറിയത്തില്ല. നിന്റെ അഭിഷേകത്തിന്റെ അങ്കിക്കെതിരെ ചീട്ടിടുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവം ക്യാൻസൽ ചെയ്യട്ടെ. അത് ബാംഗ്ലൂർ പട്ടണത്തിലായിരിക്കാനും ലോകരാജ്യത്തിന്റെ ഏതോ മണ്ണിലിരുന്നാണെങ്കിലും നിന്റെ അഭിഷേകത്തിന്റെ മാൻറ്റിലിനെതിരെ ചലിക്കുന്ന സകല അന്ധകാര ശക്തികളെ ഒരു നിമിഷം നിങ്ങൾ എന്നോട് ഒരു സഹകരിക്കാമോ? യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പറഞ്ഞ ദൂതാണ് എന്റെ പരിമിതമായ ഭാഷയിൽ ഞാൻ കൈമാറി പ്രാർത്ഥിക്കുന്നത്. ബേബി അബ്രഹാം, അങ്ങയുടെ മേലുള്ള മാൻറ്റിലിനെതിരെ ചലിക്കുന്ന സകല വെല്ലുവിളികളും ഇന്ന് രാത്രി കീഴടങ്ങട്ടെ. യേശുവിന്റെ രക്തം ജയമെടുക്കുക. ചില രോഗങ്ങളെ ഇട്ടുകൊണ്ട് ശത്രു വെല്ലുവിളിക്കാൻ പദ്ധതിയിടുമ്പോ രോഗങ്ങളുടെ കെട്ടുകൾ ഇന്ന് രാത്രി ആടിയനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ ശരീരത്തിന് മേലേക്ക്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും. അവർ കടന്നു പോകാതെ നടക്കും. നിന്നെ വീഴിച്ചു കളയാൻ ഒരു അന്ധകാര ശക്തിക്കുമോ ഒരു പൈശാചിക വ്യാപാരങ്ങൾക്കോ കഴിയാതെ വണ്ണം നിന്നെ ശക്തീകരിക്കുന്ന ഒരാത്മാവിന്റെ ബലം വ്യാപരിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ ആ ശരീരത്തിന്മേലേക്ക്. ഒന്ന് പിടിച്ചെടുത്തി ആ തോതിനെ. ഇന്ന് രാത്രി കാലുകൾക്കെതിരെ നിൽക്കുന്ന സകല വൈരികളുടെ പോരുകളും അഴിഞ്ഞു മാറുന്നവന്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമാൻ ഗിരികളിൽ നിർത്തുമാറാക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഹബക്കൂക്ക് പ്രവചനം ആരംഭിക്കുന്നത് ആമേൻ. സ്തോത്രം. അവന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി കാലുകൾ നിന്ന നിൽപ്പിൽ ആടിപ്പോയെന്ന ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഹബക്കൂക്ക് വിളിച്ചു പറയുന്നത്. പക്ഷെ ഹബക്കൂക്ക് പ്രവചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ എന്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമാൻ ഗിരികളിൽ നിർത്തുമാറാക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ചിലതിനെ അതുപോലെ ബലത്തോടെ നിർത്തുന്ന ദൈവകൃപയാവരിക്കട്ടെ. സുനിശ്ചിതമായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരഭിഷേകത്തിന്റെ പുതിയ പുതപ്പ് ഇന്ന് രാത്രി ആമേ പ്രിയപ്പെട്ട സഹോദരിയുടെ മേലേക്ക് വീഴട്ടെ. ആത്മാവിൽ ഞാൻ കൈമാറി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ പുതപ്പ്, ഒരു ദൈവകൃപയുടെ പുതപ്പ് സ്വർഗം തുറക്കട്ടെ. സ്വർഗം തുറക്കട്ടെ. ഇന്ന് രാത്രി സ്വർഗം തുറക്കട്ടെ. ഏലിയാവിന്റെ മേൽക്കിടന്ന പുതപ്പ് അത് ക്ഷാമത്തെ ജയിച്ചതാണ്. ഏലിയാവിന്റെ മേൽക്കിടന്ന പുതപ്പ് അത് തീയെ ഇറക്കിയതാണ്. ഏലിയാവിന്റെ മേൽക്കിടന്ന പുതപ്പ് അത് മഴയെ വലിച്ചു കൊണ്ടുവന്നതാണ്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, 3 മേഖലകളിൽ ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പ് വ്യാപരിക്കട്ടെ. ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. മെലീത്തയിൽ
അവന്റെ കയ്യിൽ ഒരണലിനാണോ, അവൻ അതിനെ തീയിൽ വലിച്ചെറിഞ്ഞെന്ന് മാത്രമല്ല, അടുത്ത നിമിഷത്തിൽ സ്തോത്രം ദ്വീപ് പ്രമാണിയായ പുബ്ലിയോസിനെ അതേ കരം കൊണ്ട് ശക്തീകരിച്ചു, അതേ കരം കൊണ്ട് വിടുവിച്ചെടുത്തു. ഇന്ന് രാത്രിയിൽ നിന്റെ കരത്തിൽ, നിന്റെ മേത്ത്, നിന്റെ ശരീരത്തിൽ, നിന്റെ കുടുംബത്തിൽ ഏതു മേഖലയില ശത്രു കൊത്തിയത്, ഇന്ന് രാത്രി അതേ മേഖല ദൈവം ആയുധമാക്കി മാറ്റാൻ പോകുക. എത്ര പേർ ആമേൻ പറയും? നിന്റെ സാമ്പത്തിക മണ്ഡലത്തിലാണോ ശത്രു കൊത്തിയത്, അത് തന്നെ ദൈവം ആയുധമാക്കും. നിന്റെ ശരീരത്തിന്റെ മണ്ഡലത്തോടാണോ ശത്രു കൊത്തിയത്, അത് തന്നെ ദൈവം ആയുധമാക്കും. ദൈവശക്തിയാണ്. അജിത് KS ഒന്ന് കരമുയർത്തിക്കുക പ്രിയപ്പെട്ടവനെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു എലീശയെ പോലൊരു ദൈവ നിയോഗം നിന്റെ മേലുണ്ട്. ആ മാന്റലിനെ ഞാൻ ഇവന്റെ മേലേക്ക് പകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം ഇവനെ ഉപയോഗിക്കുമാറാകണമേ. ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു. താൻ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളെക്കാളും വലിയതാണ്. യുവർ പ്രോമിസ് ഈസ് ഗ്രേറ്റർ ദാൻ യുവർ പ്രോബ്ലം. ഗോഡ് ഈസ് സെയിങ് ടു യു, നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് നിന്റെ പ്രോമിസ്. ഇന്ന് രാത്രി ആ വലിയ പ്രോമിസുകൾ ജയിക്കാമെ കിട്ടിയ ഈ പ്രിയപ്പെട്ടവനെ ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആമേ കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് രാത്രി ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശുശ്രൂഷയ്ക്കുള്ള അനുവാദം തന്ന കർത്താവിന്റെ അഭിഷേകത്തിനോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ അറിയിക്കുക കർത്താവിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് അവസരം തരുന്നു. ഞാൻ വലിയ പ്രസംഗികനായതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയബന്ധം നിമിത്തമാണ്. ഞങ്ങൾ അതുപോലെയാണ്. സ്വത്രം രണ്ട് ശരീരവും ഒരു ഹൃദയം എന്നൊക്കെ പറഞ്ഞ പോലെ ദൈവം അങ്ങ് നടത്തുന്ന കൃപയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ, ധാരാളമായി മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഞങ്ങളെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ ആൻഡ് ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ശകലമായി പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് നമുക്ക് ആവശ്യമാകുന്ന ദൈവീയ ദൂതുകൾ, അതിലുപരിയായി പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ദാസനോടുള്ള ആഴമേറിയ നന്ദി സ്നേഹത്തെയും തന്നെ രേഖപ്പെടുത്തുന്ന കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി രാത്രികാലം പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഓർത്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലും പ്രാർത്ഥിക്കണമേ എന്ന് കർത്താവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. ഏപ്രിൽ 1-ാം തീയതി മുതൽ 7-ാം തീയതി നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് അനേകർക്ക് ഒരു വിടുതലായി മാറട്ടെ. വിശുദ്ധന്മാരാകുന്ന അഭിഷക്തന്മാർ നമ്മുടെ നടുവിൽ ശകലമായി ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാളെ ആമേൻ സ്വതന്ത്രം 12 മണിക്കൂർ പ്രാർത്ഥന രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ കർത്താവിന്റെ ദാസി സുലു സംഘം നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹിക്കട്ടെ. കാമേശ്വരനിക്കുള്ള പ്രിയപ്പെട്ടവരെല്ലാം ഞാൻ ജോയിൻ ചെയ്യാം. കർത്താവ് നമ്മളെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആമേൻ ആവശ്യപ്പെടും. വോയിസ് ബ്രേക്ക് ആണ്, വോയിസ് ക്ലിയർ ആണ്. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദാസൻ ദേവി പി. അബ്രഹാം